നമസ്കാരം, പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. പ്രഭാത കേരളം ഇന്ന് പാലക്കാട് കോട്ടയിൽ നിന്നാണ്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പാലക്കാട് കോട്ടയിൽ ഇത് നേരത്തെ പാലക്കാടിന്റെ ഭരണാധികാരിയായിരുന്ന പാലക്കാട്ടച്ചൻ നിർമ്മിച്ച് പിന്നീട് ഹൈദരാലി പുതുക്കിപ്പണിതു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ പാലക്കാട് യുദ്ധവും ചരിത്രവും ഒക്കെ ഉറങ്ങുന്ന കോട്ടയും കോട്ട മൈതാനവും ഒക്കെ ഉള്ള പരിസരത്തു നിന്നാണ് പ്രഭാത കേരളം ഇന്ന് തുടങ്ങുന്നത്. ഞായറാഴ്ചയാണെങ്കിലും വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഒട്ടനവധി വാർത്തകൾ വരാനുണ്ട്. ഇപ്പോൾ വാർത്തകളിൽ ഏറ്റവും നിറയുന്നത് മുഖ്യമന്ത്രിയുടെ യാത്ര തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രി എവിടെ നിന്ന് എങ്ങോട്ട് എവിടെയൊക്കെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഹെലികോപ്റ്ററിന്റെ സഹായത്തോട് തേടി പാലക്കാട് തന്നെയാണ് വന്നത്. പാലക്കാട് ചാലിശ്ശേരിയിലേക്ക് വന്നു. ഇന്നിപ്പോ അദ്ദേഹം കോഴിക്കോടാണുള്ളത്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് റോഡ് മാർഗമാണ് വരുന്നത്. അപ്പൊ പ്രതിഷേധത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതേ ചൊല്ലി വിവാദങ്ങളോ പരാതികളോ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പൊ തന്നെ ഈ കരുതൽ തടങ്കലിലേക്ക് അവിടെയുള്ള പ്രതിഷേധത്തിലുള്ള ആളുകൾ എടുത്തിട്ടുണ്ടാവാം. അതിൽ എടുത്തു പറയേണ്ടത് കരുതൽ തടങ്കലാക്കിയിട്ടും യൂത്ത് കോൺഗ്രസ് എല്ലാം പ്രതിഷേധത്തിന് യാതൊരു കുറവുമില്ല. ഇന്നലെയും പ്രതിഷേധം നടന്നിരുന്നു. 2 സ്ഥലങ്ങളിലാണ് പ്രതിഷേധം എല്ലാം നടന്നത്. എന്തായാലും അതിനു പുറമെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന പ്രതിരോധ യാത്ര ജനകീയ പ്രതിരോധ യാത്ര തുടങ്ങുകയാണ് അടുത്ത ദിവസം. നാളെ CPM ഒരു വിവാദം കൂടി ഉണ്ട്, കണ്ണൂർ വിവാദം. അവിടെ നിന്നും ആകാശ് ഉൾപ്പെടെയുള്ള ആ വിവാദങ്ങളുടെ രാഷ്ട്രീയ വെളിപ്പെടുത്തലുകൾ, ആരോപണങ്ങൾ, പൊട്ടിത്തെറികൾ ഒക്കെ നടന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ വിശദീകരണത്തോടെ P. ജയരാജൻ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം. അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് ജയരാജൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. P. ജയരാജനെതിരെയാണല്ലോ ഈ ആളുകൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതെന്തായാലും തില്ലങ്കേരിയിൽ തന്നെ നടത്തുകയാണ്. ആകാശ് തില്ലങ്കേരി കൊളുത്തുവിട്ട ആ പടക്കം അതൊരു വെറും നനഞ്ഞ പടക്കമാകുമോ എന്നുള്ളത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. പിന്നെ ശിവശങ്കറിന്റെ വാർത്ത കുറെ ദിവസമായി തുടരുന്നു. ED പിന്നെ ഈ ലൈഫ് മിഷൻ കോഴ കേസിലുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മുഖ്യമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഭരണസിരാ കേന്ദ്രത്തിലെ ഏറ്റവും കൂടി കരുതുന്ന അവിടുന്ന് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് സ്വപ്ന തുറന്ന് അടിച്ചിരുന്നു. ഇപ്പോൾ മറ്റ് ചില മൊഴികളിൽ കൂടി അല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റുകളിൽ കൂടി അദ്ദേഹത്തിനുള്ള ബന്ധം വരികയാണ്. അപ്പോൾ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുമെന്ന് അറിയാൻ അദ്ദേഹത്തെ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്നുള്ള വാർത്തകൾ, സൂചനകളാണ് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒട്ടനവധി GST-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ചർച്ചകൾ കാര്യങ്ങളുണ്ട്. പിന്നെ ശിവരാത്രിയുടെ ബാക്കിയുണ്ട്. ശിവരാത്രി കഴിഞ്ഞിട്ടില്ല. നമുക്ക് പാലക്കാട് നിൽക്കുമ്പോൾ അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ അട്ടപ്പാടി മല്ലീശ്വരൻ കോവിലിൽ നിന്നുള്ള ശിവരാത്രി കാഴ്ചകൾ പ്രേക്ഷകർക്കായി തത്സമയം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇറങ്ങി വരുന്നത് അതെ അട്ടപ്പാടിയിൽ മാത്രം. ചെമ്മണ്ണൂരിലെ മല്ലീശ്വരൻ കോവിലിലെ ശിവരാത്രി ആഘോഷം ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി മാത്രമാണ് സമാപിക്കുക. അപ്പോൾ നമുക്ക് ഇത്തരം ഒട്ടേറെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയുണ്ട്. KSRTC-യുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ചർച്ച, അതിനുള്ള തൊഴിലാളി യൂണിയനുകളുടെ പ്രതിഷേധമൊക്കെ തുടരുകയാണ്. ഈ വാർത്തകളിലേക്കൊക്കെ പോകാം. നമ്മുടെ റിപ്പോർട്ട് ഒരു ഞായറാഴ്ച. അതെ, ഞായറാണ്. പൊതുവെ ആലസ്യത്തിലാണ്. പക്ഷെ ഞായറാണെങ്കിലും കോട്ട മൈതാനത്തും പരിസരത്തുമായി രാവിലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിലേക്കൊക്കെ വരാം. നമുക്ക് ആദ്യം ഇന്നത്തെ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ഒന്ന് കണ്ടുവരാം. ടോപ്പ് ഹെഡ്ലൈൻസ്. പാലക്കാട് കോട്ടമൈതാനത്ത് നിന്ന് പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ അവസാനം പരാമർശിച്ച വാർത്തയിലേക്ക് ആദ്യം KSRTC-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതെ, ഈ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അല്ലെങ്കിൽ പ്രതിഷേധം എല്ലാ തൊഴിലാളി യൂണിയനുകളും വലിയ ശക്തമായി എതിർക്കും. പക്ഷെ അതിനകത്ത് അവർ ഈ തൊഴിലാളി യൂണിയൻ പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്താലാണ് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ KSRTC മാത്രമല്ലല്ലോ, അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എന്തായാലും അതെല്ലാം വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാകും എന്നുള്ളതാണ്. നമ്മളോടൊപ്പം നന്ദൻ ചേരുന്നുണ്ട്. നന്ദൻ, ആദ്യം നമുക്ക് KSRTC-യിലേക്ക് പോകാൻ. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നന്ദന് പറയാൻ ഒരുപാട് വാർത്തകൾ വരാനിരിക്കുന്ന വാർത്തയുടെ അജണ്ടയും ഒട്ടനവധിയുണ്ട്. മുഖ്യമന്ത്രിയുടെ
സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ ആദ്യം KSRTCയിലെ പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ KSRTCയെ ലാഭത്തിലേക്ക് നയിക്കാൻ ആനവണ്ടിയെ നേർവഴിക്ക് നടത്താൻ അല്ലെങ്കിൽ ഓടിക്കാനുള്ള ശ്രമം എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? തൊഴിലാളി യൂണിയനുകൾ കടുംപിടുത്തത്തിൽ തന്നെയാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ചില പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ജീവനക്കാർ ഒന്നടങ്കം ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. നാളെ CITU അടക്കം, പ്രത്യേകിച്ച് ഇടത് അനുകൂല സംഘടനയായ CITU അടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് 10,000 കത്തുകൾ അയച്ച് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. അതോടൊപ്പം TDFും ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയം ഹൈക്കോടതിയുടെ മുൻഗണനയിൽ കൊണ്ടുവരാനുള്ള ശ്രമവും TDFും നടത്തുന്നുണ്ട്. BMS ആകട്ടെ ഓരോ ഡിപ്പോകളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനും BMSും എത്തിയിട്ടുണ്ട്. എന്തായാലും 3 ട്രേഡ് യൂണിയൻ സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് നിൽക്കുകയാണ്. അംഗീകൃത ട്രേഡ് യൂണിയനുകളാണ് ഈ 3 ബാക്കി 16 അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത യൂണിയനുകളുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ കടുപ്പിക്കുമെന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ MD ബിജു പ്രഭാകരനെതിരെയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെയും അതിരൂക്ഷമായി തന്നെയാണ് 3 ട്രേഡ് യൂണിയനുകളും വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് CMD ബിജു പ്രഭാകരന്റെ ഇത്തരം തീരുമാനങ്ങൾ അത് KSRTCയെ കുറച്ചുകൂടി വീണ്ടും കുഴപ്പത്തിലേക്ക് എത്തിക്കുമെന്നും KSRTCയെ പോലൊരു ആനവണ്ടിയെ അത് കട്ടപ്പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശമ്പളം ഗഡുക്കളായി നൽകുന്ന ഒരു തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും പ്രത്യേകിച്ച് സർക്കാർ സഹായം കൃത്യമായി നൽകുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു ഉറപ്പ് ജീവനക്കാർക്ക് നൽകിയതുമാണ്. എന്നിട്ട് കൂടി അത് കൃത്യമായി പാലിക്കാൻ KSRTCക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ധനവകുപ്പ് 5-ാം തീയതിക്ക് മുമ്പ് സർക്കാർ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ഇപ്പോൾ ഓരോ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സഹായം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KSRTCക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് വളരെ വൈകി എന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും അത് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ സഹായം കുറച്ചുകൂടി നേരത്തെ കിട്ടിയിരുന്നുവെങ്കിൽ ഈ ഒരു പിടിവാശി കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്തരത്തിൽ ഒരു ഗഡുക്കളെ നൽകുന്നതിന്റെ ഒരു കാര്യം അത് മുന്നോട്ട് വരില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ മാനേജ്മെന്റ് ഫെബ്രുവരി മാസം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ 5-ാം തീയതിക്ക് ആദ്യ ഗഡുവും അതിനുശേഷം ബാക്കി സർക്കാർ സഹായം ലഭിച്ചതിന് ശേഷവും മാത്രം നൽകാൻ തന്നെയാണ് തീരുമാനം. ആദ്യ 5-ാം തീയതി 65% ശമ്പളം നൽകുക, അതിനുശേഷം സർക്കാർ സഹായം എന്ന് ലഭിക്കുമോ അന്ന് ബാക്കി തുക നൽകാം എന്നൊരു ഉറപ്പില്ലാത്ത കാര്യവും കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെയാണ് വലിയ തോതിൽ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. ഫെബ്രുവരി 28-ാം തീയതി CITU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ 10,000 കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ച് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യും. പ്രസാദ്. ശരി, നന്ദൻ തിരുവനന്തപുരത്തെ മ്യൂസിയത്താണെന്ന് മനസ്സിലാക്കുന്നു. തലസ്ഥാനവാസികളുടെ പ്രിയപ്പെട്ട നടപ്പ് ഇടങ്ങളിൽ ഒന്നാണ് മ്യൂസിയവും പിന്നെ മറ്റൊന്ന് കനകക്കുന്ന് കൊട്ടാരവും. പക്ഷെ അതിൽ ഏറെ പേരും വരുന്നത് മ്യൂസിയം വളപ്പിലാണ്. ഈ മ്യൂസിയം വളപ്പിൽ ഇവിടെയും നമുക്ക് കാണാം പ്രഭാത സവാരിക്ക് വന്നവരുടെ കൂട്ടായ്മയും സൗഹൃദവും ഒക്കെ. പാലക്കാട് ഫോക്കസ് ക്ലബ് ഉണ്ടല്ലേ? ഓക്കെ, അതിലാരെങ്കിലും ഒക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കാം ഇതിനിടയ്ക്ക്. എന്തായാലും നന്ദൻ, വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് അവസാനിക്കുന്നില്ല. ഒരു ഭാഗത്ത് സംസ്ഥാനങ്ങൾക്കുള്ള GST കുടിശ്ശിക ഉടൻ നൽകുമെന്നൊക്കെ കേന്ദ്ര ധനമന്ത്രി പറയുമ്പോഴും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും പരാതികളും ഇനിയും തീർന്നിട്ടില്ല. എന്താണ് ഇതേക്കുറിച്ച് ഏറ്റവും പുതിയ വർത്തമാനം തലസ്ഥാനത്ത് നിന്ന്? എന്തായാലും പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ പ്രതിഷേധത്തിനിടെയാണ് മുഖ്യമന്ത്രി ഇന്നും കോഴിക്കോടാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പരിപാടി. ഈ ഔദ്യോഗിക പരിപാടിയിലും അതികർശന സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അവഞ്ചേഴ്സ് കമാൻഡോ ടീമിനെ ഇപ്പോൾ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. ഈ അവഞ്ചേഴ്സ് കമാൻഡോ ടീമിന്റെ ചുമതല എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ സുരക്ഷ ഒരുക്കുക എന്നത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളായ മലപ്പുറം, വയനാട് പോലുള്ള സ്ഥലങ്ങളാണ്
സംഘങ്ങളാണ് ഇത്തരത്തിൽ ഇവരെ നിയോഗിക്കേണ്ടത്. പക്ഷേ ഈ അവഞ്ചേഴ്സ് സംഘത്തിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് തിരുവനന്തപുരം, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നിയോഗിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ അത്തരം സുരക്ഷ ഒരുക്കേണ്ട അവഞ്ചേഴ്സ് സംഘത്തിന് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഈ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ അധിക ഡ്യൂട്ടി നൽകുന്നുണ്ട്. അവരുടെ ജോലി ഭാരം കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവഞ്ചേഴ്സ് സംഘത്തിനെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുടെ ഭാഗമായിട്ട് നിയോഗിക്കപ്പെടുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ കരുതൽ തടങ്കിൽ വയ്ക്കുന്ന ഒരു കാര്യത്തിൽ വിവാദമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ചില അംഗങ്ങളെ, പ്രത്യേകിച്ച് പഞ്ചായത്ത് അംഗങ്ങളെ ആയാലും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയും കോൺഗ്രസ് പ്രതിനിധികളെയും ഒക്കെ തന്നെ ഇപ്പോൾ പോലീസ് കരുതൽ തടങ്കിലേക്ക് മാറ്റുന്നു എന്നൊരു വലിയൊരു വിവാദം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ സഞ്ചാര സ്വാതന്ത്ര്യം അടക്കം തടയുന്ന രീതിയിലേക്ക് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. കരുതൽ തടങ്കൽ എന്ന് പറഞ്ഞ് അവരെ കസ്റ്റഡിയിൽ വയ്ക്കുന്ന ഒരു നിയമം അത് വലിയ തോതിൽ ഇപ്പോൾ വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ സുരക്ഷ അത് വേണ്ടത് തന്നെയാണ്. മുഖ്യമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. VVIP സുരക്ഷ കൊടുക്കേണ്ട ഒരു ആൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലൊരു വ്യക്തിക്ക് സുരക്ഷ നൽകുന്നതിന്റെ ഒരു അമിതമായ ഒരു സുരക്ഷയിലേക്ക് പോലീസ് പോകുന്നതാണ് ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് എത്തിയത്. എന്നാലും പ്രതിപക്ഷം ഇപ്പോൾ വലിയ തോതിൽ അത് വിമർശിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഇന്നും പ്രതിഷേധം സംഘടിപ്പിക്കും, കോഴിക്കോട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മറ്റ് ഹർത്താലോ അല്ലെങ്കിൽ അത്തരം സമര പരിപാടികൾ കോൺഗ്രസ് നടത്തില്ല എന്ന് അറിയിച്ചപ്പോഴും അവർ കൃത്യമായി പറഞ്ഞിരുന്നു സഭയ്ക്കുള്ളിലും നിയമസഭയ്ക്ക് പുറത്തും കൃത്യമായ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും, അത് മുഖ്യമന്ത്രിക്കെതിരെ ആയിരിക്കും ആ ഒരു പ്രതിഷേധം എന്ന് പറയുകയും ചെയ്തു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ കർശന സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അത്തരം കർശന സുരക്ഷകൾ ഒരുക്കുമ്പോഴും അത് പൊതുജനങ്ങൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് മണിക്കൂറുകളോളം റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവരെ അങ്ങനെ ഒരു പൊതുജനത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ പോലീസ് ഒരുക്കുന്നതും ചെയ്യുന്നത്. എന്തായാലും അവഞ്ചേഴ്സ് സംഘത്തിനെ പോലും, പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ അവിടെ ഡ്യൂട്ടിക്കിടേണ്ട അവഞ്ചേഴ്സ് സംഘത്തിനെ പോലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഇപ്പോൾ അവരെ മാറ്റിയിരിക്കുകയാണ്. മറ്റ് ചുമതലകളിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കരുതൽ തടങ്കിൽ വയ്ക്കുന്നതും വലിയ വിവാദത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഇത് വലിയ തോതിൽ ഉയർത്താൻ സാധ്യതയുണ്ട്. ഇപ്പോഴും അത് വിവാദത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ റോഡിലൂടെ പോകാൻ ഭയമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുകയും ചെയ്യുന്നത്. എന്തായാലും പ്രതിഷേധം വലിയ തോതിൽ ഉയർത്തുക തന്നെ കോൺഗ്രസ് ചെയ്യും. അതിനേക്കാൾ മേലെ കൃത്യമായ രീതിയിൽ പോലീസ് ഇപ്പോൾ സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസാദ്. ശരി നന്ദൻ, ഞായറാഴ്ചയാണ്, പക്ഷെ നന്ദൻ അടക്കമുള്ള റിപ്പോർട്ടർമാർക്ക് നല്ല വാർത്ത ചൂടുള്ള ദിവസമാണ്. പ്രസാദ്, ഇന്നലെ നമ്മൾ അട്ടപ്പാടിയിലായിരുന്നു. രാവിലെ പുലർച്ചെ ഞാൻ ഷർട്ടിനടിയിൽ ധരിച്ച ടീഷർട്ടുകളുടെ എണ്ണം ചൊല്ലി പ്രസാദും അനുമോദും അടക്കം ഉള്ള ആങ്കറി യങ്മൻ അല്ലെങ്കിൽ സഹ ആങ്കർമാർ എന്നെ കളിയാക്കുകയും ചെയ്തിരുന്നു. പാലക്കാട്ടും ഇപ്പോൾ സാമാന്യം കൂൾ എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷെ ഇത് എത്ര നാൾ കൂടി ഇങ്ങനെ കൂളായി കുറച്ച് സമയം കഴിയുമ്പോൾ മാറും, പിന്നെ കൂൾ ഹോട്ടായി മാറും. അതാണ് ഫെബ്രുവരി അവസാനവും പിന്നെ മാർച്ച് ഏപ്രിലോട് കൂടി പിന്നെ നമുക്ക് ഒരു രക്ഷയുമില്ലാത്തൊരു കാലാവസ്ഥയാണ്. തണുപ്പൊക്കെ മാറി ചൂടിലേക്ക് എടുത്തു പറയേണ്ട രാവിലെ സമയത്ത് ഇപ്പൊ പാലക്കാട് ഇപ്പൊ നമ്മളിവിടെ കാണുന്നുണ്ട്. പാലക്കാട് ഈ ഒരു സമയത്ത് ഈ കൂൾ എപ്പോഴും ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് പാലക്കാട് നഗരത്തിൽ പൊതുവെ ചൂട് കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും ആളുകൾ ഒരുപാട് പേര് നടക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ നന്ദൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പം ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് ജില്ലയിലുണ്ട്, ചാലിശ്ശേരിയിലുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി വന്ന അതേ സ്ഥലത്ത് തന്നെ പ്രതിപക്ഷ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി എന്താണ്? തദ്ദേശ ദിനാഘോഷം, സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുന്നത് പാലക്കാടിന്റെ മന്ത്രി MP രാജേഷും അവിടെ. അതെ, ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മൾ അട്ടപ്പാടിയിലെ ശിവരാത്രി വിശേഷത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് അത് വിട്ടു. ആലുവ ശിവരാത്രിയിലെ ചടങ്ങുകളും കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെയും അത് തുടരും. ഇതിന്റെ ചടങ്ങുകളുണ്ട്. പിന്നെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് ശ്രീജിത്ത് അല്പസമയത്തിന് ശേഷം ചേരും. കോട്ടയത്തെ ADM-ന്റെ യാത്ര. ശ്രീജിത്ത് വളരെ ഒരു അന്വേഷണം നടത്തി, സാധാരണഗതിയിൽ ഒരു അന്വേഷണ റിപ്പോർട്ടല്ല, അതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ട, അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത ഒന്നത്. പിന്നെ മറ്റൊന്ന്, ഒരുപക്ഷെ നമ്മുടെ പല റിപ്പോർട്ടർമാരും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പാഠം കൂടിയാണ്. ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു, ഒരു വാർത്ത കൊടുത്തു, അതിനെങ്ങനെ പിന്തുടരുക എന്നുള്ള ഫോളോ അപ്പ് എന്നുള്ളതിന്റെ ഒരു കാര്യം. അല്ലെങ്കിൽ പലപ്പോഴും ഫലമുണ്ടാകാറില്ല ഏതു തരത്തിലുള്ള വാർത്തയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്, അതിന്റെ ഫോളോ അപ്പുമായി
ശ്രീജിത്ത് എത്തും അല്പസമയത്തിന് ശേഷം. സുവി വിശ്വനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ്. അവിടെയും വാർത്തകൾക്ക് ഒട്ടും പഞ്ഞുമില്ല. മാത്രമല്ല ഒരുപക്ഷെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനും മുന്നേ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരന്റെ ചോദ്യം ചെയ്യൽ. സുവി, എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ, അതിന് പിന്നാലെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ, അദ്ദേഹത്തിന്റെ സ്വകാര്യ പേഴ്സണൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മൊഴി രേഖപ്പെടുത്തൽ, ഇതൊക്കെ നടന്നു ഒരു ഭാഗത്ത്. ഒപ്പം സ്വപ്നയുടെ മൊഴികളും ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നുമൊക്കെ വരുന്നൊരു സൂചന അല്ലെങ്കിൽ അതിന്റെ ഒരു കുന്തമുന നീളുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ CM രവീന്ദ്രനിലേക്കാണ്. അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്, എന്താണ് ഈ അന്വേഷണത്തിന്റെ വിവരങ്ങൾ? അതിനുശേഷം നമുക്ക് ശിവരാത്രി വിശേഷത്തിലേക്ക് കടക്കാം. സുബി. ലൈഫ് മിഷൻ, ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് പ്രസാദ്. ഈ ലൈഫ് മിഷൻ കോഴ കേസിൽ അന്വേഷണം ശക്തമാക്കുക തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവർ അടുത്തതായി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ CM രവീന്ദ്രനെ വിളിച്ചു വരുത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് ED കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നേരത്തെ CM രവീന്ദ്രനെ വിളിച്ചു വരുത്താൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹം ഹാജരായില്ല, കോവിഡ് ആയിരുന്നു അദ്ദേഹത്തിന് എന്നാണ് അറിയിച്ചത്. അതിനുശേഷം പിന്നീട് അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിട്ടില്ലായിരുന്നു ED. ഇപ്പോൾ M ശിവശങ്കരനെ ചോദ്യം ചെയ്യുകയും സ്വപ്നയും ശിവശങ്കരനും തമ്മിലുള്ള ചാറ്റ് പുറത്തു വന്നു. അതിനുശേഷം CM രവീന്ദ്രനും സ്വപ്ന സുരേഷും തമ്മിലുള്ള അടുത്ത ബന്ധങ്ങൾ തെളിയിക്കുന്ന ചാറ്റുകൾ പുറത്തുവരുന്നു. ഈ പ്രളയ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചാറ്റുകൾ, സ്വപ്നയുമായുള്ള ചാറ്റുകൾ പുറത്തുവരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് CM രവീന്ദ്രനെ വിളിച്ചു വരുത്താനുള്ള നടപടികളിലേക്ക് ED കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസത്തിൽ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകും. അദ്ദേഹത്തിന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തി മൊഴി നൽകേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി കരാർ ഉണ്ടാക്കാൻ വേണ്ടി സ്വപ്നയോട് നിർദ്ദേശിക്കുന്നത് ശിവശങ്കരനാണ്. എങ്ങനെയാണ് ഈ കരാറിന്റെ മാതൃക, അതിന് നൽകേണ്ട കത്ത്, റെഡ് ക്രസന്റ് നൽകേണ്ട കത്ത് എങ്ങനെയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ശിവശങ്കർ തന്നെയാണ് സ്വപ്നയ്ക്ക് വിവരിച്ച് നൽകുന്നത്. അതിന്റെ ഒരു മാതൃക തയ്യാറാക്കി നൽകുന്നു. അതിനോടൊപ്പം ഈ കൗൺസിൽ ജനറലിന്റെ ഒരു കത്ത് കൂടെ വെക്കണം, അങ്ങനെ മുഖ്യമന്ത്രിക്ക് നൽകണം. ആ 2 കത്തുകളും തനിക്ക് നൽകിയാൽ മതി എന്നും ശിവശങ്കർ പറയുന്ന വാട്സപ്പ് ചാറ്റ് ഉണ്ട്. അതിനകത്ത് അവസാനം പറയുന്ന ഒരു വരിയുണ്ട്. അതായത് CM രവീന്ദ്രനെ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ CM രവീന്ദ്രനോട് ചോദിക്കൂ എന്നാണ് M ശിവശങ്കരൻ പറയുന്നത്. അതിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് ഈ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ CM രവീന്ദ്രന് അറിയാമെന്ന് സ്പഷ്ടമാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന് തുടർച്ചയായി 2017 രവീന്ദ്രനും അതുപോലെ സ്വപ്ന സുരേഷും നടത്തിയ വാട്സപ്പ് ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് രാത്രി 11:45 ഈ ചാറ്റ് നടന്നിരിക്കുന്നത്. അതിൽ ആദ്യം ഈ പ്രളയ സമയത്ത് പ്രളയ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ CM രവീന്ദ്രൻ അയക്കുന്നു. അതിനുശേഷം ചില സ്വകാര്യ സംഭാഷണങ്ങളിലേക്ക് കൂടെ അവർ കടക്കുന്നു. അതാണ് ആ ഒരു ചാറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും അന്വേഷണ ഏജൻസി CM രവീന്ദ്രനെ കൂടെ അന്വേഷണം എത്തുകയാണ്. കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് CM. അതുപോലെ തന്നെ സർക്കാർ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരൻ അപ്പോ സുബി പറഞ്ഞു വന്നത് ഈ ED സുബിയുടെ ടെലിഫോൺ ലൈനിലും അവിടുത്തെ ഒരു ചെറിയ പ്രശ്നം. അപ്പൊ എന്തായാലും പിന്നെ ഈ ഒരു അന്വേഷണം മുന്നോട്ട് തന്നെ എന്നുള്ളതാണ്. ഏറെക്കുറെ ഇതൊക്കെ ആറി തണുത്തു അല്ലെങ്കിൽ വിചാരിച്ച സമയത്ത് കോടതിയിൽ ചില ചോദ്യങ്ങൾ ആദ്യം ഉയർന്നിരുന്നു. കാര്യം ഇത് ആദ്യം 2 തവണ ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ, രണ്ടാമത് ഡോളർ കടത്ത് കേസിൽ. ഇതിലെല്ലാം അദ്ദേഹം ജാമ്യം തേടി പുറത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ ലൈഫ് മിഷൻ എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയിരുന്ന സമയത്ത്, മാത്രമല്ല ലൈഫ് മിഷനിൽ പിന്നെ കോഴിയൊന്നുമില്ല, അതിൽ എല്ലാം ഭദ്രമാണ് എന്നുള്ള മറ്റുള്ള ഒരു വാദം ഒരു ഭാഗത്ത് സംസ്ഥാനത്തെ ഭരണകക്ഷിയിലുള്ളവർ ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന വിജിലൻസ് CBI ഒരു അന്വേഷണ നീക്കവുമായി വന്നപ്പോൾ സംസ്ഥാന വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് CBI അന്വേഷണത്തിന് തടയിടാനുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിജിലൻസ് വളരെ വേഗത്തിൽ പോയി പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. സുവി, ഇപ്പോ കേൾക്കാം സുവിയുടെ ശബ്ദം
കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സുവിക്ക് തുടരാം. ഈ അന്വേഷണം അതിന്റെ ഒരു വ്യക്തമായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ് സുവിക്ക് ലഭിക്കുന്ന സൂചന. കാര്യം കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത്, അതായത് സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള കത്ത് റെഡ് ക്രസന്റ് തരേണ്ടതാണ്. UAE കോൺസുലേറ്റ് സാക്ഷ്യപ്പെടുത്തിയ ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് അയക്കണം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അയക്കേണ്ട കത്തിന്റെ ഡ്രാഫ്റ്റ് പോലും ഇവിടെ തയ്യാറാക്കി സ്വപ്ന വഴി UAE അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക്, പ്രതിനിധികൾക്ക് കൈമാറുകയായിരുന്നു എന്നുള്ളതാണ് വാട്സാപ്പ് ചാറ്റുകളിലൂടെ. ആ വാട്സാപ്പിൽ നമുക്ക് കിട്ടിയ വാട്സാപ്പ് ചാറ്റിന്റെ കോപ്പികളിൽ ആ കത്തിന്റെ ഡ്രാഫ്റ്റും ഉണ്ട്, അതിന്റെ ഒരു കരടും ഉണ്ട്, അല്ലേ സുവി? തീർച്ചയായും. അതായത് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ, അവർ ഇവിടെ പ്രളയത്തിൽ കഷ്ടത അനുഭവിച്ചവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാം, വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകാം എന്ന് പറഞ്ഞ് പ്രോജക്റ്റുമായി വരുന്നു. അതിൽ അവരുമായി കരാറുണ്ടാക്കാൻ വേണ്ടി യൂണിടാക് എന്ന് പറയുന്ന കമ്പനിയെ, ആ യൂണിടാക്കിൽ നിന്ന് കമ്മീഷൻ ലഭിക്കുന്നു. 4.5 കോടി രൂപയുടെ കമ്മീഷൻ നൽകി എന്നാണ് യൂണിടാക് പറയുന്നത്. അത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിനും മറ്റുമായി വീതിച്ച് നൽകി എന്നാണ് പറയുന്നത്. അതിൽ 1 കോടി രൂപയാണ് M ശിവശങ്കറിന് കമ്മീഷൻ അടിസ്ഥാനത്തിൽ കോഴയായി ലഭിച്ചിരിക്കുന്നത്. അതാണ് ലോക്കറിൽ നിന്ന് കണ്ടുകിട്ടുന്നത്. അങ്ങനെയാണ് ഈ കേസിലേക്ക്, ലൈഫ് മിഷൻ കേസിന്റെ കോഴയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ചുരുളഴിയുന്നതും M ശിവശങ്കർ കുടുക്കിലാകുന്നതും. ഏതായാലും അതിന് തുടർച്ചയായി ലഭിക്കുന്ന മൊഴികളും എല്ലാം തന്നെ M ശിവശങ്കറിനെ വെട്ടിലാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം UV ജോസ്, ലൈഫ് മിഷൻ കോഴ കേസിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ മുൻ CEO ആയിരുന്ന UV ജോസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോഴും അദ്ദേഹം നൽകുന്നത് M ശിവശങ്കറിനെ വെട്ടിലാക്കുന്ന മൊഴികൾ തന്നെയാണ്. രേഖകളെല്ലാം തയ്യാറാക്കിയത് M ശിവശങ്കർ തന്നെയാണ്. താൻ ഒപ്പിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. തനിക്ക് ഈ കോഴ കേസുമായി ബന്ധമില്ല, സാമ്പത്തിക ഇടപാടുകളിലൊന്നും താൻ ഭാഗമായിട്ടില്ല, മുഴുവൻ രേഖകളും ഉണ്ടാക്കുന്നത് M ശിവശങ്കർ ആണ് എന്നാണ് അദ്ദേഹവും മൊഴി നൽകുന്നത്. ഈ കാര്യങ്ങളെല്ലാം വരുമ്പോൾ M ശിവശങ്കർ എന്ത് പറയും എന്നതാണ് ഇനി കാണാനുള്ളത്. അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റസമ്മതം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും മൊഴികൾ M ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നോക്കുന്നത്. അങ്ങനെ ഒരു മൊഴിക്ക് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട ആ കരാറിന്റെ കോപ്പികൾ, ആ രേഖകൾ ഇതുവരെയും ഇഡിക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഈ ആരോപണം വന്ന ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ ഇത് വിജിലൻസിനെ ഏൽപ്പിക്കുകയായിരുന്നു അന്വേഷണം. അന്ന് വിജിലൻസ് വേഗം തന്നെ അന്വേഷണം നടത്തുന്നു, ഈ രേഖകളെല്ലാം കണ്ടുകിട്ടുന്നു. അത് വിജിലൻസിന്റെ പക്കൽ തന്നെയാണ് ഈ രേഖകൾ ഉള്ളത്. പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഏജൻസികളായ CBIക്കും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ഈ രേഖകൾ ലഭിച്ചിട്ടില്ല. അത് മറ്റൊരു നിയമയുദ്ധത്തിലേക്ക് കൂടെ പോകുമോ എന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. കാരണം ഈ രേഖകൾ കേസിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. UV ജോസിനെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തിയപ്പോഴും ഈ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹവും ഹാജരാക്കിയില്ല. താൻ വിരമിച്ചിട്ട് 2 വർഷമായി, ആ രേഖകളെല്ലാം വിജിലൻസിന്റെ പക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിയുകയായിരുന്നു. ഏതായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒട്ടും വിടാതെ തന്നെ ഇഡി ഈ കേസിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി സുവി, എന്തായാലും ആർക്കും ഒന്നും അറിയില്ല, എല്ലാവരും നല്ല വൃത്തിയായി കൈ കഴുകി ഒഴിയുന്നു. പക്ഷെ അതിനിടയിൽ UV ജോസിന്റെ കയ്യിൽ, എന്റെ കയ്യിൽ ഫയലില്ല, കോപ്പിയില്ല എന്ന് പറഞ്ഞ UV ജോസ് തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞതിനൊപ്പം അദ്ദേഹം പറഞ്ഞു എല്ലാം ചെയ്തത് M ശിവശങ്കറാണ്, രേഖകളെല്ലാം ചെയ്തതും നിർദ്ദേശം മുന്നോട്ട് വെച്ചതും എല്ലാം കൈകാര്യം ചെയ്തത് M ശിവശങ്കറാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര ഏജൻസിക്ക് രേഖകൾ കൊടുക്കാതെ അധികകാലം പിടിച്ചു നിൽക്കാൻ ആവില്ല. കാര്യം ഇതിൽ ഇനി വരാൻ പോകുന്ന സംഗതി എന്ന് പറയുന്നത്, ഇപ്പം ഈ അറസ്റ്റിന് ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ആദ്യഘട്ട കുറ്റപത്രം എങ്കിലും സമർപ്പിക്കേണ്ടി വരും. ഇത് കോടതിയിൽ എത്തുമ്പോൾ, ഈ PMLA കോടതിയിൽ എത്തുമ്പോൾ ഇതിന് ഉപോത്ബലകമായുള്ള തെളിവുകൾ സ്വാഭാവികമായും ഹാജരാക്കേണ്ടി വരും. കോടതി ചോദിക്കുകയും ചെയ്യും. മറ്റ് പല കേസുകളിൽ കസ്റ്റംസിനോടും ഒക്കെ ചോദിച്ച പോലെ തന്നെ ഈ രേഖകൾ ചോദിക്കുമ്പോൾ അവിടെ ഏജൻസിക്ക് ഇഡിക്ക് പറയാനാകും ഇനി ഒരു സുപ്രധാന രേഖ കിട്ടാനുണ്ട്. അപ്പോൾ ഒരു കോടതി ഉത്തരവിന്റെ മാത്രം ഒരു ഇടവേളയേ ഉള്ളൂ
ഈ ഒരു സർക്കാരിന് വലിയ നാണക്കേട് കോടതി ഇടപെട്ടുകൊണ്ട് ആ രേഖ കൈമാറണം എന്ന് പറഞ്ഞാൽ ഒരു സുവി ശിവരാത്രിയുടെ വിശേഷങ്ങൾ കൂടി സുവി പറയാനുണ്ട്. ആലുവ ശിവരാത്രിയിൽ ആലുവ ശിവരാത്രി ഇന്നും അതിന്റെ ചടങ്ങുകളുണ്ട്. ഇന്ന് എന്തെല്ലാം ചടങ്ങുകളാണുള്ളത്? അതെ, ഞാനിപ്പോഴുള്ളത് ശിവരാത്രി നടക്കുന്ന ആലുവ മണപ്പുറത്താണ്. ഭക്തി സാന്ദ്രമാണ് ഇന്നും ആലുവ മണപ്പുറം. ഇവിടെ പിതൃക്കൾക്ക് തർപ്പണം നടത്താൻ വേണ്ടി നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കോവിഡ് ഇടവേളയ്ക്ക് 2 വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം വന്നെത്തിയ ഈ ശിവരാത്രി ആഘോഷത്തോടു കൂടിയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ഇന്നലെ രാത്രി ഈ ശിവരാത്രി ആഘോഷവും നടതുറപ്പും എഴുന്നള്ളിപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഔദ്യോഗികമായി ഈ ചടങ്ങുകളിലേക്ക് കടക്കുക. ഏതായാലും നിരവധി വിശ്വാസികൾ ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബലിതർപ്പണ ചടങ്ങുകൾ അതിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൺമറഞ്ഞു പോയ പിതൃക്കൾക്ക് അരിയും പൂവും എള്ളും സമർപ്പിച്ചുകൊണ്ട് ആത്മനിർവൃതിയോടുകൂടി ഇവിടെ നിന്ന് പോകുന്നവരെയും നമുക്ക് കാണാം. ലക്ഷാർച്ചന തൊഴുത് ഉപവാസം അനുഷ്ഠിച്ച് ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി രാത്രി ഉറക്കമുളച്ചിരുന്ന് ഇപ്പോൾ ബലിതർപ്പണം നടത്തി നിരവധി ഭക്തരാണ്, വിശ്വാസികളാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്ന് പറയുമ്പോൾ 116 ബലിത്തറകൾ ഇത്തവണ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരുന്നു. നമുക്കറിയാം 2 കോവിഡിന് ശേഷം വരുന്നതാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ജനപ്രവാഹം, ജനസാഗരം ഇങ്ങോട്ട് എത്തും എന്ന് ഒരു ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെയും ഇന്നുമായി വളരെ സമാധാനത്തോടുകൂടി ഇവിടെ നിന്ന് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി സന്തോഷത്തോടെ ആത്മനിർവൃതിയോടുകൂടി ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ഭക്തരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഇവിടെ എന്നാൽ പെരിയാറിന്റെ തീരത്തുള്ള ആ മേൽപ്പാലം കാണാം. ആ മേൽപ്പാലത്ത് ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവരുടെ വലിയ നിരയാണ് കാണുന്നത്. വലിയ നിര, അതായത് ഇന്ന് ഉച്ചവരെയും എന്തായാലും ഈ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ പ്രവാഹം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ശിവരാത്രിക്ക് ശേഷം ഇന്ന് മുതൽ അമാവാസി തുടങ്ങുകയാണ്. നാളെ ഉച്ചവരെ അമാവാസിയാണ്. ഈ അമാവാസി നാളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുക എന്ന് പറയുന്നത് പുണ്യമായി തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. നമുക്കറിയാം ഈ ആലുവ മണപ്പുറത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീരാമൻ ഇവിടെ വെച്ച് ബലിതർപ്പണ ചടങ്ങുകൾ, ജടായുവിന് വേണ്ടി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിന് അതിൻ്റെതായ സവിശേഷതയുണ്ട് എന്നും ആളുകൾ വിശ്വസിക്കുന്നു, ഭക്തർ വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ നിറവിലാണ് ആളുകളുടെ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നത്. ഏതായാലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, സമാധാനത്തോടെ വലിയ സംഘർഷങ്ങളൊന്നുമില്ലാതെ തിക്ക് തിരക്ക്, നിറയെ ആളുകൾ വരുന്നുണ്ടെങ്കിലും വലിയ തിക്കും തിരക്കും ഒന്നുമില്ലാതെ എല്ലാവരും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിന്റെ ഭാഗമായി ആലുവയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1200ഓളം പോലീസുകാരെയാണ് ഇതിനുവേണ്ടി വിന്യസിച്ചിരിക്കുന്നത്. അവരുടെ സേവനം കൂടെ നമ്മൾ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ സേവനം തന്നെ നടത്തുന്നു. കാരണം ഭക്തരെ കടത്തിവിടാൻ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഭക്തരെ കടത്തിവിടുന്നത്. അതെല്ലാം തന്നെ പോലീസിന്റെ ചുമതലയാണ്. ആശ്വാസത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ആത്മനിർവൃതിയോടുകൂടി ഇവിടെ നിന്ന് പിതൃക്കൾക്ക് ബലിപിണ്ഡം അർപ്പിച്ച് കടന്നു പോകുന്ന ഭക്തരെയാണ് നമുക്ക് ഈ ശിവരാത്രി മണപ്പുറത്ത് നിന്ന് ഈ ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ഒക്കെ കേൾക്കാനായി, മാത്രമല്ല ഇഡിയുടെ ചോദ്യം ചെയ്യലും അന്വേഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായും കൊച്ചിയിലേക്ക് തിരികെ എത്താം. എന്തായാലും ഇന്ന് ദിവസം മുഴുവൻ ഇത് സംബന്ധിച്ച ഡെവലപ്മെന്റ്സ് ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ. ഞാനിപ്പോ ആലുവ ശിവരാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് പാലക്കാട് മല്ലീശ്വരൻ വിളക്കിനെ കുറിച്ച് പറയാതെ പോകാൻ വഴിയില്ല. ഇന്നും സമാപിക്കുന്ന ഒരു ചടങ്ങുണ്ട് മല്ലീശ്വരത്ത്. അവിടെ മലപൂജാരിമാർ ഇന്ന് ഇറങ്ങി വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടതിനേക്കാൾ ഇരട്ടിയിലധികം ആളുകളായിരിക്കും ഇന്ന് രാവിലെ അവരുടെ തയ്യാറെടുപ്പ്, അത് കഴിഞ്ഞ് അവർ ക്ഷേത്ര ദർശനം നടത്തി
മലയിലേക്ക് പോകുന്നു. മലമുകളിലെ വിളക്ക് തെളിയിച്ച് മലേശ്വരൻ വിളക്കും തത്സമയം തെളിയിച്ച് കാണിക്കാൻ കഴിഞ്ഞു. ഇന്നാണ് അവരുടെ മടങ്ങി. ഇന്നലെ രാത്രി മുഴുവൻ അവിടെ പൂജയും എല്ലാമായിട്ട് അവര് മലമുകളിൽ തന്നെ അത്രയും 116 മലപൂജാരിമാർ അവിടെ നിൽക്കുന്നു. ഇന്ന് രാവിലെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റാർക്കും പോകുന്ന മലപൂജാരിമാരും ഈ മല കയറുന്ന സംഘവും ഒഴികെയുള്ള ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല, ആർക്കും ഇത് ദർശിക്കാൻ ആവില്ല എന്നുള്ളൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ വലിയ സാഹസത്തിനൊന്നും ആരും അങ്ങോട്ട് പോകേണ്ടതില്ല. അതൊരു അനുമതി കിട്ടില്ല എന്നുള്ളതാണ് ഒരു ട്രെക്കിംഗ് റൂട്ടോ ഒരു വിനോദസഞ്ചാര കേന്ദ്രമോ ഒന്നുമല്ല. അതുമാത്രം അത്ര എളുപ്പമല്ല. ഇന്നലെ പോകുന്ന സമയത്ത് തന്നെ കാട്ടാനക്കൂട്ടം ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയും ആളുകൾ വരേണ്ടി കൊണ്ട് ഒരാൾക്ക് മടങ്ങി വരേണ്ട സാഹചര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ഉത്തര മലബാറിലേക്ക് പോകാം. അത്യുത്തര മലബാറിൽ കാസർഗോഡ് KV ബൈജു തയ്യാറാണ്. ബൈജു, കണ്ണൂരും കാസർഗോഡുമായി മാറുകയാണ് വാർത്താ കേന്ദ്രങ്ങൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അടുത്ത് വരാൻ പോകുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നയിക്കുന്ന പ്രതിരോധ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. ഒപ്പം പാർട്ടിയെ ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധത്തിലാക്കിയ ആകാശ് തില്ലങ്കേരിയുടെ വെളിപ്പെടുത്തലുകൾ, പൊട്ടിത്തെറികൾ, ഇതിലുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗം തില്ലങ്കേരിയിൽ തന്നെ ചേരുന്നു. ബൈജു, അപ്പോൾ പ്രതിരോധ യാത്രയ്ക്കായി ആവേശത്തിലാണോ കാസർഗോട്ടെ പാർട്ടി പ്രവർത്തകരും? ഗുഡ് മോർണിംഗ് പ്രദീപ് പ്രസാദ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകീയ പ്രതിരോധ യാത്ര നാളെ കാസർഗോഡ് നിന്നും ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകാശ് തില്ലങ്കേരിയുടെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. എന്തായാലും ഈ പാർട്ടി വലിയ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് തീർക്കാനാണ് CPM ആദ്യം ശ്രമിക്കുന്നത്. അതിന് മുന്നോടിയായാണ് നാളെ ഇപ്പോൾ തില്ലങ്കേരിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത P ജയരാജൻ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ്. എന്തായാലും നാളെ വൈകിട്ട് 4:30 ഈ പരിപാടി. ഈ ജാഥ ബുധനാഴ്ചയാണ് ഈ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തുക. അതിന് മുന്നോടിയായി തന്നെ ആകാശ് തില്ലങ്കേരിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. വലിയ തോതിൽ പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്നു ഈ ആകാശ് തില്ലങ്കേരിയുടെ വിഷയത്തിൽ. മാത്രമല്ല ഈ ജനകീയ പ്രതിരോധ യാത്രയിൽ പ്രധാനമായും BJPക്കെതിരെ വലിയ തോതിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടതെങ്കിൽ ഇപ്പോൾ അത് പാർട്ടിയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു യാത്രയായി കൂടി മാറിയ ഒരു സാഹചര്യം ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ധന സെസ് വർധനവ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴ കേസ്, ഇതിനൊക്കെ പാർട്ടി ഈ യാത്ര ഇതിൽ വിശദീകരിക്കാനുള്ള ഒരു ബാധ്യത എന്തായാലും മാറ്റും. പിണറായി വിജയൻ വൈകിട്ട് 4:30 കുമ്പളയിൽ ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ജാഥ കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. അതിനുശേഷമാണ് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനം സുരക്ഷാ സംവിധാനം തന്നെയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. കാസർഗോട്ടും അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസും കാസർഗോഡ് ജില്ലയിലുണ്ട്. ഒപ്പം കാസർഗോഡ് ജില്ലയിൽ വലിയൊരു പാലക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള പോലീസിന്റെ ഒരു സന്നാഹം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 6 ജില്ലകളിൽ നിന്നും ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ ഈ സുരക്ഷാ സംവിധാനത്തിനായി കാസർഗോഡ് നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഈ ജാഥ വൈകിട്ട് 4:30 കുമ്പളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും ഈ പാർട്ടി ഇപ്പോൾ നേരിടുന്ന വലിയ തോതിലുള്ള ആരോപണങ്ങളൊക്കെ ഈ യാത്രയിൽ എന്തായാലും വിശദീകരിക്കും. നമുക്ക് ഏവരും കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെയാണ്. ഈ നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന പല വിവാദങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഈ യാത്രയിൽ ഉദ്ഘാടന വേദിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 5 പരിപാടിയാണ് കാസർഗോഡ് ജില്ലയിൽ മുഖ്യമന്ത്രിക്കുള്ളത്. ഇതിൽ ആദ്യം ചീമേനി തുറന്ന ജയിലിലാണ്. അതിനുശേഷം റോഡ് മാർഗം തന്നെ ഈ കുമ്പളിലേക്ക് എത്തും. അതായത് 100 കിലോമീറ്ററോളം റോഡ് മാർഗം യാത്ര ചെയ്ത് മാത്രമാണ് കുമ്പളിയിൽ എത്താൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ സുരക്ഷാ സംവിധാനം പോലീസിന് ഒരുക്കേണ്ടതുണ്ട്. വലിയ തലവേദന തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ആ തരത്തിലുള്ള കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. ചന്ദ്രഗിരി വഴിയും അതുപോലെ തന്നെ ദേശീയപാത വഴിയും 2 വഴിയാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ കുമ്പളിലേക്ക് യാത്ര ചെയ്യാൻ മാർഗമുള്ളത്. ഈ 2 വഴികളിലും ഏതായാലും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഏത് വഴിയാണ് ഈ മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ
എത്തിയിട്ടില്ല. എന്തായാലും ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മുതൽ കാസർഗോഡ് ജില്ലയിലുണ്ട്. നാളെ ഇന്ന് അല്പസമയം 10 മണിയോടുകൂടി ഗോവിന്ദൻ മാഷ് KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ യാത്ര പ്രധാനമായും 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ മണ്ഡലങ്ങളിലും യാത്ര പര്യടനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ജില്ലകളിലും പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകളുണ്ട്. അത്തരത്തിൽ വിപുലമായ ഒരു പരിപാടിയാണ്, എന്തായാലും പദ്ധതികളാണ് ഈ യാത്ര ലക്ഷ്യമിട്ടത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകാശ് തില്ലങ്കേരിയുടെ വിഷയം തന്നെയാണ് ഇപ്പോൾ തലവേദനയായിരിക്കുന്നത്. ആ പ്രശ്നം നിയമപ്രശ്നം അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പി ജയരാജനെ കൂടി ഇപ്പോൾ നാളത്തെ തില്ലങ്കേരിയിൽ നടക്കുന്ന വിശദീകരണ യോഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പി ജയരാജനെ ഉൾപ്പെടുത്തി പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പി ജയരാജൻ ഈ യോഗത്തിൽ എന്ത് പറയുന്നു എന്നതും വലിയ ശ്രദ്ധ കേന്ദ്രം തന്നെയാണ്. നാളെ 4:30-ക്കാണ് ഈ പരിപാടി നടക്കുന്നത്. ഒരേ സമയത്ത് മുഖ്യമന്ത്രിയുടെ പരിപാടിയും അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഉണ്ട് എന്നതും ഒരു പ്രത്യേകതയാണ്. എന്തായാലും ബുധനാഴ്ച ഈ മട്ടന്നൂരിൽ, അതായത് തില്ലങ്കേരി പ്രദേശം ഉൾപ്പെടുന്ന മട്ടന്നൂരിൽ യാത്രയെത്തും. അപ്പോഴേക്കും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആകാശ് തില്ലങ്കേരിയുമായി ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങൾ അത് തീർക്കാനാണ് എന്തായാലും CPM ശ്രമിക്കുന്നത്. റൈറ്റ് ബൈജു, എന്തായാലും വളരെ വിശദമായ ഒരു വിലയിരുത്തൽ, രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ വിലയിരുത്തൽ, ഒപ്പം CPM ഇപ്പോൾ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം, ജനകീയ പ്രതിരോധ യാത്രയുടെ ആവശ്യം. ഇത് അപൂർവമായിട്ടാണ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇത്ര ഒരു ജാഥ, അതായത് സർക്കാർ 2 വർഷം വളരെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലില്ല. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊക്കെ യാത്രകൾ നമുക്ക് സുപരിചിതമാണ്. പക്ഷേ പുതിയ സർക്കാർ വന്നിട്ട് കാലമേറെ ആകുന്നതിന് മുമ്പ് ജനകീയ പ്രതിരോധ യാത്രയുമായി CPM ഇറങ്ങിയിരിക്കുന്നത് ഫലപ്രദമായി ആരോപണങ്ങളെ, ആക്ഷേപങ്ങളെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് സൈന്യാധിപൻ എന്ന് പറയുന്ന MV ഗോവിന്ദൻ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ രാഷ്ട്രീയ വാർത്തകൾക്കിടയിലെല്ലാം തന്നെ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്ത പങ്കുവെക്കാനുണ്ട്. സന്തോഷവും നന്മയും എല്ലാം. പിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആടിനെ വിറ്റ അസ്നയ്ക്ക് പുതിയ ആടിനെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ വാർത്ത. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയായ പാലോട്, നെടുമങ്ങാടിനപ്പുറം പാലോടിനടുത്തുള്ള ഇടിഞ്ഞാർ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിലൂടെയാണ് അസ്ന മോളുടെ സങ്കടത്തിന് അവസാനവും സന്തോഷത്തിന്റെ ഒരിക്കൽ കൂടി തുടക്കവും കുറിച്ചിരിക്കുന്നത്. വിഷ് ബോക്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആഗ്രഹപ്പെട്ടിയിലൂടെ പുതിയ ആടിനെ കിട്ടിയ അസ്ന മോളുടെ സന്തോഷം നമുക്കൊന്ന് കണ്ടുവരാം. ഇടിഞ്ഞാർ സർക്കാർ ട്രൈബൽ സ്കൂളിലെ ആഗ്രഹപ്പെട്ടിയിൽ 5ാം ക്ലാസ്സുകാരി അസ്നമോൾ കുറിപ്പെഴുതിയിട്ടു. എന്റെ കൂട്ടുകാരിയായിരുന്നു കുഞ്ഞാറ്റയാട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ. എന്നാൽ വാപ്പയുടെ ചികിത്സയ്ക്ക് കാശ് തികയാതെ വന്നപ്പോൾ ഉമ്മ അവളെ വിറ്റു. കുഞ്ഞാറ്റയെ വിറ്റതോടെ വലിയ സങ്കടത്തിലാണ് ഞാൻ. എനിക്കൊരാടിനെ വാങ്ങി നൽകാമോ? ആഗ്രഹപ്പെട്ടി എന്ന മാജിക് ബോക്സിൽ നിന്ന് കുറിപ്പ് കിട്ടിയ അധ്യാപകർ അസ്നമോളുടെ ആഗ്രഹം സഫലീകരിച്ചു. തവിട്ടും വെള്ളയും നിറമുള്ള പുതിയ ആടിനും അസ്നമോൾ പേരിട്ടു കുഞ്ഞാറ്റയെന്ന്. ടീച്ചർ ലിബിന ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ആഗ്രഹങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എഴുതിയിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതിയിട്ടു. എനിക്കിത് കുഞ്ഞാറ്റ എന്നാണ് ആടിൻ്റെ പേരും. എനിക്ക് HM എല്ലാവരും കൂടെ എനിക്കൊരു ആടിനെ തന്നു. ആട്ടുംകുട്ടിയുടെ പേരാണ് കുഞ്ഞാറ്റ. ആദിവാസി ഊരുകളിൽ നിന്നടക്കം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അധ്യാപകർ മുൻകൈയെടുത്താണ് ആഗ്രഹപ്പെട്ടി സ്ഥാപിച്ചത്. കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അധ്യാപകർ മുൻകൈയെടുത്ത് സാധിച്ചു നൽകും. അസ്നയുടെ പിതാവ് ഷിബുവിന്റെ ക്യാൻസർ ചികിത്സയ്ക്കായാണ് അസ്നയുടെ കൂട്ടുകാരിയായ കുഞ്ഞാറ്റയെ ഉമ്മ ഫാത്തിമ വിറ്റത്. ഇപ്പോൾ അസ്നയുടെ പിതാവ് ജീവിച്ചിരിപ്പില്ല. ഇനി നല്ല എഴുത്തുകാരിയാകണമെന്നാണ് അസ്നമോളുടെ ആഗ്രഹം. ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ അസ്നമോൾ കുഞ്ഞാറ്റയ്ക്കൊപ്പം സന്തോഷമായി ഇരിക്കട്ടെ. എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അതിനകത്ത് പറയാനുള്ള അധ്യാപകർ ആഗ്രഹപ്പെട്ടി കുട്ടികളിലെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ. അതെ അതെ, ഏറ്റവും ശ്രദ്ധയും ഒരുപക്ഷെ ഈ ഒരു ആടിനെ കിട്ടി എന്നതിനപ്പുറം അതാണ് ഞാനും ആലോചിച്ചുകൊണ്ട്, ഇതൊരു ആഗ്രഹപ്പെട്ടി സ്ഥാപിച്ചു എന്നുള്ളത് തന്നെ
എനിക്കൂടെ അത് എടുത്ത് കാട്ടേണ്ട ഒരു സംഗതി, അധ്യാപകരുടെ ആ ഒരു പറയേണ്ട ഒരു ഇടപെടൽ വളരെ ശ്രദ്ധേയമാണ്. ഒരു സിനിമയിൽ സിദ്ദീഖിന്റെ ഒരു കഥാപാത്രം പറയുന്ന പോലെ കുട്ടികളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്ന് പറയുന്ന പോലെയാണ്. ഏതായാലും ഇനി ഒട്ടനവധി വാർത്തകൾ വരാനുണ്ട്. സിനിമാ വിശേഷമുണ്ട്, GST വിവാദമുണ്ട്, കോട്ടയം നഗരസഭയിലൊരു അതോടൊപ്പം നമുക്ക് നിൽക്കുന്ന കോട്ടയെ കുറിച്ച് രണ്ടു വാക്ക് നമുക്ക് പറയാനുണ്ട്. കോട്ടയുടെ വിശേഷങ്ങൾ ഒട്ടേറെ പറയാനുണ്ട്. കോട്ടയം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം വരുന്നു. അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങൾ ഇനിയും നമുക്കൊരു ഇടവേള എടുത്ത് ഈ വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം. പ്രഭാത കേരളം തുടരുകയാണ്. പാലക്കാട് കോട്ടയിൽ നിന്ന് മനോഹരമായ കാഴ്ചയാണ്. പക്ഷെ മനോഹരമായ സങ്കല്പങ്ങളിലൂടെ അല്ല, അല്ലെങ്കിൽ മനോഹരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പലപ്പോഴും കൊത്തളങ്ങൾ പണിതുയർത്തുന്നത്. ഇത് വളരെ സ്ട്രോങ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു കരിങ്കല്ലുകൊണ്ടും കോട്ടയാണ്. അപ്പൊ ഈ കോട്ട എങ്ങനെ ഉണ്ടായി എന്ന് പാലക്കാട്ടുകാരനായ പ്രസാദ് തന്നെ ഒന്ന് പറഞ്ഞേട്ടെ. ഇത് പാലക്കാട്ടച്ഛനാണ് തുടക്കത്തിൽ ഈ കോട്ടയുടെ നിർമ്മാണമെല്ലാം. അതായത് പാലക്കാട് ഭരണാധികാരി. പിന്നീട് കോഴിക്കോട് സാമൂതിരിയുടെ ഭീഷണി അങ്ങനെ കണക്കിലെടുത്തുകൊണ്ടാണ് ഹൈദരാലിയുടെ സഹായം തേടുന്നതും. ഈ മൈസൂർ സുൽത്താൻ വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഇത് പുതുക്കി പണിയുന്നുണ്ട്. മൈസൂർ സുൽത്താൻ ഈ കോട്ട ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കോട്ടയുടെ രൂപം എന്ന് പറയുന്നത് ഹൈദരാലിയാണ്. അങ്ങനെയാണ് ടിപ്പു കോട്ട എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. പിന്നീട് ഹൈദരാലി പൂർണ്ണമായും ഈ കോട്ട പിടിച്ചടക്കുന്നു. 1768 ഹൈദരാലിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചെടുക്കുന്നുണ്ട്. കേണൽ വുഡാണ് അന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ മാസങ്ങൾക്ക് ശേഷം ഈ കോട്ട ഹൈദരാലി തന്നെ തിരിച്ചു പിടിക്കുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ തന്നെ അത് ഹൈദരാലിയുമായി നിന്ന് ഈ കോട്ട പിന്നീട് അവർ കൈവശം വെക്കുന്നു. അവരുടെ സമ്പൂർണ്ണ അധീനതയിലാകുന്നു. പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷുകാരുടെ കൈവശമായിരുന്നു. അപ്പൊ ആദ്യം കേണൽ വുഡ് തിരിച്ചു പിടിച്ചു. ഒടുവിൽ കേണൽ സ്റ്റുവാർട്ട് വന്നിട്ട് ഹൈദരാലിയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. പക്ഷേ കൃത്യം ഈ കോട്ടയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള അതേ ഒരു സ്ട്രക്ചർ. കോട്ടയ്ക്കും ഈ മെയിൻ ലാൻഡിനും അപ്പുറം ഈ കരയ്ക്കും ഇടയിലുള്ള വലിയ കിടങ്ങാണ്. അതിലിപ്പോഴും വെള്ളമുണ്ട്. ഇതിന് എത്ര ആഴമുണ്ടെന്നോ ഇത് ഇപ്പോഴും വൃത്തിയാക്കുന്നു ഒക്കെ. എല്ലാ വേനൽക്കാലങ്ങളും കൃത്യമായി വൃത്തിയാക്കാറുണ്ട്. മഴക്കാലങ്ങളിൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വെള്ളത്തിന്റെ അളവിനേക്കാൾ ഏറി ഇപ്പൊ അവിടെ ഒരു പാലമുണ്ട്, അങ്ങോട്ട് കിടക്കുന്ന പാലമുണ്ട്. നമ്മൾ ആ പാലത്തിലേക്കും പോകാം താമസിച്ച്. അതിനപ്പുറം അവിടെ അതിന്റെ ഈ പാലത്തിലേക്ക് നമുക്കൊന്ന് പോകണം. ആ പാലവും കാണിക്കാം. പറഞ്ഞു അവിടെ വരെ വെള്ളം കയറി വരും. പാലത്തിനൊപ്പം പാലത്തിന്റെ തൊട്ടല്ല നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏറ്റവും താഴെ നിൽക്കുന്ന വെള്ളം അതിന്റെ താഴെ ലെവലിലാണ് നിൽക്കുന്നത്. അവിടെ കൃത്യമായി കാണാൻ കഴിയും. വെള്ളം നിൽക്കുന്ന അടയാളങ്ങളെല്ലാം തന്നെ നമുക്ക് അതിനകത്ത് കൃത്യമായി കാണാൻ കഴിയും. അങ്ങനെ വലിയൊരു കിടങ്ങാണ്. ഈ കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങാണ്. സുരക്ഷ കണക്കിലെടുത്ത് അന്നാരും പെട്ടെന്ന് അതിക്രമിച്ച് കോട്ടയിലേക്ക് കയറരുത് എന്നുള്ളതാണല്ലോ കിടങ്ങുകളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതെ അതെ. പല ജലാശയങ്ങളിലേക്കാൾ തെളിച്ചമുള്ള വെള്ളമാണ് അവിടെ കാണുന്നത്. പ്രസാദ് ഈ കഥ പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു കോട്ടയിൽ പോയിരുന്നല്ലോ. ഫോർട്ട് കൊച്ചിയിൽ നിന്നായിരുന്നു 2 ദിവസം മുമ്പുള്ള പ്രഭാത കേരളം. അപ്പോ അവിടെ നമ്മൾ പറഞ്ഞൊരു കഥ എന്ന് പറയുന്നത് ആ കോട്ട ഉണ്ടാകുന്നത് പ്രാദേശിക ഭരണാധികാരി സമാനമായ രീതിയിലാണ്. ഇതേ സാമൂതിരി. ഇപ്പൊ ഇവിടുത്തെ ഈ കോഴിക്കോട് സാമൂതിരിയാണ് ഇവിടുത്തെ പല കോട്ടകൾക്കും പിന്നിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ ഫോർട്ട് കൊച്ചി എന്നൊരു കൊച്ചി ഉണ്ടായിരുന്നില്ല. പഴയ കൊച്ചി അല്ലെങ്കിൽ പടിഞ്ഞാറെ കൊച്ചി, ഓൾഡ് കൊച്ചി എന്ന ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ പറയുന്ന കൊച്ചിയായിരുന്നു ആ ദ്വീപ് ഉള്ളത്. അപ്പോ അന്നത്തെ കൊച്ചി രാജാവ് ഇതേ സാമൂതിരിയുടെ ഇവിടുത്തെ സാമൂതിരിയുടെ ഒരു ആക്രമണം ഭയന്നിരുന്നു. അന്നത്തെ രാജാവ് അന്നത്തെ സാമൂതിരിയുടെ ആക്രമണം ഉടൻ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആക്രമണോത്സുകനായിരുന്നു സാമൂതിരി എന്ന് പറയാം. ആ സാമൂതിരിയുടെ ആക്രമണം തടയാൻ അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ പ്രതിരോധം ഒരുക്കാനായിട്ട് കോഴിക്കോട്ട് വന്നിറങ്ങിയിരുന്ന പോർച്ചുഗീസുകാരെ അദ്ദേഹം അവിടെ വിളിച്ചു വരുത്തി. അഫോൻസോ ഡി ആൽബുക്കർക്ക് എന്ന് പറയുന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ആ ആക്രമണ ഭീഷണി ഒഴിവാക്കുന്നു. സാമൂതിരിയെ ചെറുത്തു നിൽക്കുന്നു. അതിന് പകരം പോർച്ചുഗീസുകാർ ചോദിച്ചത് അവർക്ക് കച്ചവടം നടത്താനും കേന്ദ്രം വേണം. അപ്പോൾ വിട്ടുകൊടുത്ത പ്രദേശമാണ് ഓൾഡ് കൊച്ചി അഥവാ പടിഞ്ഞാറെ കൊച്ചി. ആ കൊച്ചിയിൽ അപ്പോൾ പിന്നെ കടൽ തീരത്താണുള്ളത്. കടൽ കൊള്ളക്കാർ അടക്കമുള്ളവരുടെ ആക്രമണങ്ങൾ ഉണ്ടാവാം. അതിനെ പ്രതിരോധിക്കാൻ ഒരു കോട്ട കെട്ടാനും ഉള്ള അനുമതി അന്നത്തെ കൊച്ചി രാജാവ് തീർത്തു. അതാണ് ഫോർട്ട് ഇമാനുവൽ. പിന്നെ കണ്ട കഥ ഇവിടത്തേതിന് സമാനമായ. അതായത് പിന്നീട് അങ്ങോട്ട് പോർച്ചുഗീസുകാര് രാജാവിനെ ഭരിക്കാൻ തുടങ്ങി, രാജ്യം ഭരിക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടെ അതുകൊണ്ട് നിർത്തിയില്ല. അതന്നെ പോർച്ചുഗീസുകാരെ തുരത്താനായിട്ട് അടുത്ത് കൊച്ചി രാജാവ് ചെയ്തത് ഡച്ചുകാരെ സഹായം തേടുകയാണ്. ഇവിടെ എന്തായാലും അതിനിടയ്ക്ക് തന്നെ ബ്രിട്ടീഷുകാർ കുറെ കൂടി
മുന്നോട്ടാണ് ഈ കാലഘട്ടം. കുറെ കൂടി മുന്നോട്ട് പോയ ഹൈദരാലി ഈ കോട്ട പുതുക്കി പണിതു. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന രീതിയിൽ കോട്ട പുതുക്കി പണിതു. ഹൈദരാലിയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഒരു കുറച്ച് മാസത്തേക്ക് ആദ്യം കേണൽ വുഡ് പിടിച്ചടക്കി ഹൈദരാലി തിരിച്ചു പിടിക്കുന്നു. പിന്നെ വീണ്ടും ബ്രിട്ടീഷുകാരിലേക്ക് പോകുന്നു. എന്തായാലും ഇതിന്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. ചുണ്ണാമ്പുകല്ലും കരിങ്കല്ലും കൊണ്ട് വളരെ ശക്തമായ കോട്ട, എത്രയോ വർഷത്തെ പഴക്കമുണ്ട്. മുമ്പ് ഇതിനകത്ത് ജയിലുണ്ടായിരുന്നു. ഇവിടുത്തെ ജില്ലാ ജയിൽ ഇതിനകത്തായിരുന്നു. ഇവിടെ നിന്ന് മാറി ഇത് മലമ്പുഴയിലേക്ക് മാറിയിട്ടുണ്ട്. വലിയ സംവിധാനങ്ങളും സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. താലൂക്ക് സപ്ലൈ ഓഫീസൊക്കെ ഇവിടെ ഇതിനകത്താണ് പ്രവർത്തിക്കുന്നത്. പുരാവസ്തു വകുപ്പിന്റെ അവരുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഒരു ക്ഷേത്രമുണ്ട്, ഹനുമാൻ ക്ഷേത്രമുണ്ട് കോട്ടയ്ക്കുള്ളിൽ. കോട്ട ഇപ്പോൾ ആർക്കിയോളജി വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്, പൂർണ്ണമായും നിയന്ത്രണം. സന്ദർശകർക്ക് രാവിലെ മുതൽ, അതായത് നിശ്ചിത സമയം അനുമതിയാണ്. അങ്ങോട്ട് ടിക്കറ്റ് വെച്ചിട്ടാണ്. ഫീസുണ്ട്, ചെറിയ ഫീസ് നൽകി കൊടുക്കേണ്ടത്. എന്തായാലും കോട്ടയുടെ കൂടുതൽ വിശേഷങ്ങൾ, കഥകളിലേക്ക് ഒക്കെ വരാം. ഒട്ടനവധി വാർത്തകളും വരാനുണ്ട്. പ്രത്യേകിച്ച് പത്രങ്ങളിൽ എന്തൊക്കെയാണ് ഇന്ന് വാർത്ത എന്ന് അറിയേണ്ടതുണ്ട്. അവിടെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? പത്രം 18-മായി രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറായിട്ടുണ്ടോ സ്റ്റുഡിയോയിൽ? അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തിലേക്ക് നമുക്കൊരു ചെറിയൊരു ഇടവേളയിലേക്ക് പോയിട്ട് നമുക്ക് രഞ്ജിത്ത് പത്രവുമായി തയ്യാറെടുക്കട്ടെ. തൽക്കാലം ഒരു ചെറിയ ഇടവേള. ഓക്കെ. കോട്ടയത്ത് ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ട്. കോട്ടയം നഗരസഭയിൽ UDF-നെതിരെ LDF കൊണ്ടുവരുന്ന, ഇടതുമുന്നണി കൊണ്ടുവരുന്ന ഒരു അവിശ്വാസ പ്രമേയം നാളെ ചർച്ചയ്ക്കെടുക്കുകയാണ്. ഇത് കോൺഗ്രസ് അംഗം മരിച്ചതിനെ തുടർന്ന് UDF-ന്റെ ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇടതുമുന്നണി അവിശ്വാസ പ്രമേയവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഈ അവിശ്വാസ പ്രമേയത്തിൽ ഏറ്റവും നിർണായകമാവുക 8 അംഗങ്ങളുള്ള BJP-യുടെ നിലപാടാണ്. ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. 22 അംഗങ്ങൾ വീതമാണ് ഇടത് വലത് മുന്നണികൾക്കുള്ളത്. അടുത്തിടെ ഒരു കോൺഗ്രസ് അംഗം മരിച്ചതോടെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നിർണായകമാകുകയാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒന്നും തന്നെ നഗരസഭയുടെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ധൂർത്തിൻ്റെയും പ്രതിരൂപമായിട്ട് കോട്ടയം നഗരസഭ മാറിയിരിക്കുക. ഇന്ന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത വിധം നഗരസഭയെ കുത്തുവാള എടുപ്പിക്കുന്ന തരത്തിലേക്ക് ഭരണാധികാരി എന്ന നിലയ്ക്ക് ചെയർപേഴ്സൺ ഇന്ന് കോട്ടയം നഗരസഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കൗൺസിലർ മരിച്ചതിന് പിന്നാലെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. ഇടത് ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഈ അവിശ്വാസം ഒരു കോൺഗ്രസ് അംഗം മരണപ്പെട്ടു. സ്വാഭാവികമായി ഞങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു മരണത്തെ ആഘോഷവും അവസരവുമാക്കി മാറ്റി ഭരണം പിടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു. അതിൻ്റെ ധാർമ്മികത നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഏത് അധർമ്മത്തിലൂടെയും ഭരണത്തെ അട്ടിമറിക്കുക, എങ്ങനെയെങ്കിലും തങ്ങൾക്ക് ആ ഭരണത്തിൽ കയറാനായിട്ട് പറ്റുമോ എന്ന് നോക്കുക, ഇത് മാത്രമാണ് ഈ അവിശ്വാസം കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത്. 8 അംഗങ്ങളുള്ള BJP നിലപാടാണ് നിർണായകം. BJP വിട്ടുനിന്നാൽ അവിശ്വാസ പ്രമേയം പാസ്സാകില്ല. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് BJP ഓഫീസിൽ ചേരുന്നുണ്ട്. അതിനുശേഷം പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് രാവിലെ BJP-യുടെ നിലപാട് എന്താണെന്നുള്ളത് ആ യോഗത്തിന് ശേഷം പാർട്ടി വ്യക്തമാക്കുന്നതായിരിക്കും. നേരത്തെ ഇടതുപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ BJP പിന്തുണച്ചത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അവിശ്വാസം പാസ്സായെങ്കിലും ആരോഗ്യ കാരണങ്ങളാൽ ഇടതംഗം വിട്ടുനിന്നതോടെയാണ് കഴിഞ്ഞ തവണ LDF-ന് ഭരണം നഷ്ടമായത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അപ്പോൾ ഈ പ്രഭാത കേരളത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ബിഗ് ബ്രേക്കിംഗ് ന്യൂസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കോട്ടയത്തുനിന്ന് തന്നെ കോട്ടയം ADM ജിനു പുന്നൂസ് നേരത്തെ നടത്തിയ അനധികൃതമായിട്ടുള്ള യാത്രകളുണ്ട്. ആ യാത്രയുമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിലാണ് ഒരു നിർണായക വഴിത്തിരിവായിട്ട് മാറിയിട്ടുള്ളത്. ജിനു പുന്നൂസിനെതിരായ പരാതിയിൽ അന്വേഷണം നടത്തിയതും ജിനു പുന്നൂസ് ആണെന്നുള്ളതാണ് ഈ വിചിത്രമായ വിശേഷം. എന്തായാലും ഈ പരാതിയിൽ അന്വേഷണം നടത്തുകയോ റിപ്പോർട്ട് നൽകുകയോ ചെയ്തിട്ടില്ല. ജില്ലാ കളക്ടർ തന്നെ അക്കാര്യം പറയുകയാണ്. ന്യൂസ് 18 പറയാണ് ജില്ലാ കളക്ടർ PK ജയശ്രീ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന്റെ
നോഡൽ ഓഫീസർ, ജില്ലയിലെ നോഡൽ ഓഫീസർ ADM തന്നെയാണെന്നും ജില്ലാ കളക്ടർ പറയുന്നു. ADMനെതിരെ പരാതി വന്നാൽ അന്വേഷണം മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയാണ്. ഇത് വിചിത്രമായ കാര്യമാണല്ലോ. അന്വേഷണം അവര് തന്നെയാണ്, അവർക്കെതിരായുള്ള പരാതിയിൽ അവർ തന്നെയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്തായാലും ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത് തുടക്കം മുതൽ തന്നെ ദൃശ്യങ്ങളോടുകൂടി ADMന്റെ ഈ വാഹന ദുരുപയോഗം, ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്ന വാർത്ത പലവട്ടം നമ്മൾ ADMനെതിരെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അവരുടെ അനധികൃത യാത്രകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു, ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വാർത്ത കൊടുത്തത്. മേഡം അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ പിന്നെ ജില്ലാ കളക്ടർക്കാണ് അന്വേഷണത്തിന് ചുമതല എന്ന് പറഞ്ഞു മറുപടി വരുന്നു. അപ്പം ജില്ലാ കളക്ടർ അല്ലേ അത് അന്വേഷിക്കുന്നത്? സ്റ്റേറ്റ് ഒട്ടാകെ CM പോർട്ടലിന്റെ നോഡൽ ഓഫീസർ ADMമാരാണ്. അപ്പൊ ഈ നമ്മൾ ADMനെതിരെ ഒരു പരാതി വന്നാൽ എന്താ ചെയ്യുക? അത് അവരല്ലല്ലോ മറുപടി അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കണം അന്വേഷിക്കേണ്ടതും മറുപടി ഫയൽ ചെയ്യേണ്ടതും, ഇല്ലേ? അങ്ങനെയാണ്. അതെ, അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് കളക്ടറെ അറിയിക്കണമല്ലോ. ഞാൻ അറിയുന്നില്ല. ഇത്തരം ഒരു പരാതി വന്നാൽ എങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്? സാധാരണ പരാതിക്കാരന് അവരെ വിളിക്കണോ, അതോ എങ്ങനെയാണ് അത്? ഏതെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ പരാതി. അതെ. അപ്പം അതെ, അതാത് ഓഫീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. ആ ഓഫീസ് അതിന് മറുപടി തരും. ആ മറുപടി ആ തരുന്ന ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ആ മറുപടി ക്രോഡീകരിച്ച് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് നോഡൽ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. കളക്ടറുടെ പേരിലാണ് പോർട്ടൽ. അന്വേഷിക്കാൻ വേറെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒരു റിട്ടേൺ പരാതിയൊന്നും എന്റെ മുമ്പിൽ വന്നിട്ടില്ല. എന്തായാലും ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗിൽ ആണ് ഇപ്പോൾ നമ്മളുള്ളത്. ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, വളരെ വിചിത്രമായ കാര്യമാണ്. പരാതി ആർക്കെതിരെയാണോ പരാതി അവർ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു വിചിത്ര കാര്യമാണ്. എന്താണ് ഇപ്പോൾ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്? രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്. പ്രസാദ്, ഇതിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ട് തെറ്റുകൂടി ചെയ്യിപ്പിക്കുന്ന നിലയിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോയി. അതായത് നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട PK ജയശ്രീ എന്ന ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകി എന്ന വാർത്തയായിരുന്നു നൽകിയിരുന്നത്. പക്ഷെ ആ വാർത്ത നൽകിയതോടുകൂടി ജില്ലാ കളക്ടർ തന്നെ ഇതിലൊരു ഞെട്ടലോടുകൂടി ഇരിക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല, അന്വേഷണം നടന്നിട്ടില്ല. നമ്മൾ ഇന്നലെ അങ്ങനെ ഒരു വാർത്ത കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ കോട്ടയം ജില്ലാ കളക്ടർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട് എന്ന് ഒരു മറുപടി നൽകിയതോടുകൂടിയാണ് അങ്ങനെ ഒരു വാർത്ത. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ ജില്ലകളിൽ ADMമാർക്കാണ് നോഡൽ ഓഫീസർ ചുമതലയുള്ളതെന്നും പക്ഷേ ADMനെതിരെ പരാതി വന്നാൽ അവർ കളക്ടറെയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരെയോ അറിയിക്കുകയായിരുന്നു വേണ്ടത്, മറ്റുള്ളവരായിരുന്നു അന്വേഷണം നടത്തേണ്ടത്. ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വളരെ കൃത്യമായി പറ്റിക്കുന്ന ജോലി കൂടി ADM ജിനു പുന്നൂസ് ഇവിടെ ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു തെറ്റായ വിവരം നൽകേണ്ടി വന്നത്, വിവരാവകാശ നിയമപ്രകാരമായും നൽകേണ്ടി വന്നത് ADMന്റെ ഈ നടപടി കൊണ്ടുകൂടിയാണ് എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ADM സ്വന്തം പേരിൽ വന്ന പരാതിയിൽ അന്വേഷണം നടത്തുകയും തനിക്ക് തന്നെ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്യുന്ന വിചിത്രമായ നടപടിയും ഉണ്ടായിരിക്കുന്നു. കാര്യങ്ങൾ കേവലം ഇതുവരെ നടന്ന ഒരു അനധികൃത യാത്ര എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഗുരുതരമായ ക്രമക്കേടുകളും ആയി മാറുകയാണ്. ഇതുവരെ മൗനം അവലംബിച്ച ഉറക്കത്തിലായിരുന്ന റവന്യൂ വകുപ്പിന് ഇനി ADMനെതിരെ എന്താണ് പറയാനുള്ളത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. റവന്യൂ വകുപ്പ് തുടക്കം മുതൽ മന്ത്രി K രാജനോട് പലതവണ പ്രതികരണം ചോദിച്ചെങ്കിലും ഇതിൽ ഒരു മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെ എന്തായാലും ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഒരു കളക്ടറെ പറ്റിക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറ്റിക്കുക, അങ്ങനെ ഒരു ADM ചെയ്ത നടപടിയെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ പ്രതികരണം തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അവർ വളരെ വ്യക്തമായി സ്ഥിരീകരിക്കുകയാണ് തൻ്റെ മുന്നിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല, അങ്ങനെ ഒരു പരാതി കോട്ടയം ADM ജിനു പുന്നൂസ് തന്നെ അറിയിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പരാതി കളക്ടറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമില്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഗുരുതരമായ കൃത്യവിലോപം ഉൾപ്പെടെ അങ്ങനെ വിവിധ തരത്തിൽ ഗുരുതരമായ പ്രതിസന്ധികൾ, ഗുരുതരമായ ക്രമക്കേടുകൾ തന്നെ കോട്ടയം ADM ജിനു പുന്നൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ അനധികൃത യാത്ര എന്നുള്ളത് മാത്രമായിരുന്നില്ല നമ്മുടെ വാർത്ത.
അനധികൃത യാത്ര ചെയ്യുന്നു, അത് 4 ദിവസം യാത്ര ചെയ്യുന്നു. അതിൽ ഈ പോയ ദിവസങ്ങളിലെല്ലാം ഈ ഷീറ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, അതായത് ലോഗ് ബുക്ക് പരിശോധിക്കുമ്പോൾ അവർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടേക്ക് വന്ന യാത്രയ്ക്ക് പകരം കാഞ്ഞിരപ്പള്ളി, പാറത്തോട്, വൈക്കം എന്നൊക്കെയുള്ളതായിരുന്നു ലോഗ് ബുക്കിൽ എഴുതിയിരുന്നത്. അത് അവർ തന്നെ, ഇനി ഡ്രൈവർ എഴുതി ചേർത്താൽ പോലും അങ്ങനെ പറയാം, പക്ഷേ എന്നിരുന്നാൽ തന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി നൽകിയതും ജിനു പുന്നൂസിന്റെ സീലോട് കൂടിയാണ്. ജിനു പുന്നൂസ് ഒപ്പിട്ട മറുപടി തന്നെയാണ് തന്നത്. അപ്പോൾ അവർക്കത് പരിശോധിക്കാതെ അവർക്ക് മറുപടി നൽകാനും കഴിയില്ല. അതായത് അതിലും ജിനു പുന്നൂസിന് കൃത്യമായ പങ്കുണ്ട് എന്ന് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്തത്. എന്തായാലും ഇതിൽ കളക്ടർ കൈയൊഴിഞ്ഞതോടെ, കളക്ടർ അല്ല എന്ന് അവർ തുറന്നു പറയുന്നതോടെ, അവരങ്ങനെ ഒരു അറിവ് ചെയ്തിട്ടില്ല എന്ന് വളരെ തുറന്ന് തന്നെ നമ്മളോട് പറയുന്നതോടെ ഇതിൽ വീണ്ടും പ്രതിക്കൂട്ടിലാകുകയാണ്. പുതിയ പുതിയ സംഭവ വികാസങ്ങളിലേക്ക് ഈ ഒരു വാർത്ത തുടർന്ന് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ശ്രീജിത്ത്, ഒരു കാര്യം വളരെ അതീവ ഗുരുതരമാണ് ഈ ഒരു വിഷയം. അത്രയേറെ കൃത്യവിലോപം, സ്വന്തം പരാതി അവർ തന്നെ അന്വേഷിച്ച് ആരോപണം തെറ്റോ തെരിയോ ആയിക്കോട്ടെ, അതെ, ഇത് വേറൊരാളെ ഈ അന്വേഷണം കൊടുക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ADM ഇത്ര ധൈര്യം തരുന്നത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ ഇത്രത്തോളം ധൈര്യം വരുന്നത് എങ്ങനെയാണ്? നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവർക്ക് ADM പദവി, അവർ ചങ്ങനാശ്ശേരി തഹസിൽദാരായിരുന്നു, ADM പദവിയിലേക്ക്, ഡെപ്യൂട്ടി കളക്ടറായി ADM പദവിയിലേക്ക് എത്തിയത് പോലും ചില മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണ് എന്ന ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റവന്യൂ മന്ത്രി K രാജനുമായി ഒക്കെ വളരെ അടുപ്പമുള്ള ഒരു ആള് കൂടിയാണ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിലടക്കം പല മന്ത്രിമാരും പല ഉദ്യോഗസ്ഥരുമായി പ്രത്യേക അടുപ്പം ഒക്കെ വെക്കാറുണ്ട്. സ്വാഭാവികമായും കുറച്ചുകൂടെ അവരുടെ കാര്യങ്ങൾ നിറവേറ്റുന്നതിനടക്കം, അതായത് ഭരണതലത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നതിനടക്കം കൃത്യമായ അടുപ്പമുള്ള ഉദ്യോഗസ്ഥരുടെ വലിയൊരു പട്ടിക തന്നെ പല മന്ത്രിമാർക്കും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാകും. അങ്ങനെ പ്രിയപ്പെട്ട ഒരാളാണ് ജിനു പുന്നൂസ് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിരുന്നത്. എന്തായാലും അതൊക്കെ അവർ തന്നെ പറയേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ തൃശൂർ ക്യാമറമാൻ KP ധനേഷ് 2 തവണ ഈ വിഷയത്തിൽ K രാജന്റെ പ്രതികരണത്തിന് പോയപ്പോഴും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ളത്. അത് കൃത്യമായൊരു സംരക്ഷണമാണ് എന്ന് കൃത്യമായി തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. എന്തായാലും മന്ത്രി തന്നെ സംരക്ഷിക്കുകയാണ് ഈ ADM-നെ എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ കാലമായി കണ്ടത്. കാരണം ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമാണ്, അവിടുന്ന് മാത്രമാണ് ഒരു അന്വേഷണം നടത്തുകയോ ഒരു തുടർ നടപടി സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത്രയധികം എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യുമെന്നൊരു ഉദ്യോഗസ്ഥയ്ക്ക് തീരുമാനിക്കാൻ കഴിയുക, ഒരു ജില്ലാ കളക്ടറെ തന്നെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചില അട്ടിമറികൾ നടത്താൻ കഴിയുക, അവർ കരുതിയത് ഒരുപക്ഷെ ഇങ്ങനൊരു റിപ്പോർട്ടോടുകൂടി ഈ വിഷയം അവസാനിക്കുമെന്നായിരിക്കും അവർ കരുതിയിട്ടുണ്ടാകുക. പലതരത്തിൽ ഈ വാർത്തയിൽ പല വഴികളിലൂടെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളും മറ്റും നേരത്തെ തന്നെ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയത് പൂർണ്ണമായും വസ്തുതയാണ് എന്ന് ദിവസങ്ങളോളം, ഏതാണ്ട് 2 മാസത്തോളം ഇതിന്റെ പിന്നാലെ നടന്ന് കണ്ടെത്തിയൊരു വാർത്തയാണ്. അങ്ങനെയുള്ള വാർത്തയിൽ നമുക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല എന്ന് കണ്ടതോടുകൂടിയാണ് അങ്ങനെ ഒരു വാർത്ത നൽകുകയും ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ഈ റിപ്പോർട്ടിലടക്കം ഈ ജിനു പുന്നൂസ് തന്നെ എഴുതിയതിൽ അടക്കം പല പല കൗതുകങ്ങളുണ്ട്. ഒന്ന്, അവർ ഒരു ഔദ്യോഗിക യാത്രയും നടത്താറില്ല എന്ന് തീർത്തെഴുതിയിരിക്കുകയാണ്. സാധാരണ മറ്റാരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഔദ്യോഗിക യാത്ര നടത്തിയതായുള്ള തെളിവുകളില്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുക. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഒരു ഔദ്യോഗിക യാത്രയും നടത്തിയിട്ടില്ല. മാത്രമല്ല, ആദ്യം തന്നെ മൂവ്മെന്റ് രജിസ്റ്റർ ഈ ഓഫീസിൽ ഇല്ല എന്നായിരുന്നു ജിനു പുന്നൂസ് തന്നെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് മൂവ്മെന്റ് രജിസ്റ്റർ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സ്വയം ഇരുന്ന് വെള്ള പൂശി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന ഗുരുതരമായ നടപടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥയാണ് ഈ സംഭവം. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പദവിയാണ്, ADM എന്ന പദവി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു ADM ആണോ റവന്യൂ വകുപ്പിൽ കോട്ടയത്ത് വേണ്ടത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് പക്ഷേ റവന്യൂ വകുപ്പ് തന്നെയാണ്. എന്തായാലും ഇതിൽ ഒരാൾ കൂടി ഇതിൽ അപ്പുറത്ത് വരികയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് ഇവർ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ വിശ്വാസപൂർവ്വമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന പരാതികൾ ജില്ലകളിലേക്ക് കൈമാറുകയും അന്വേഷിച്ച് അതിന്റെ ക്രോഡീകരിച്ച് നടപടികൾ കൊടുക്കുകയും ചെയ്യേണ്ടത് എല്ലാ ജില്ലകളിലും ADM-മാരെയാണ്. അങ്ങനെ ഒരു ADM പറഞ്ഞു പറ്റിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തികളിലൂടെ പറ്റിക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഇടപെടേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ്. പ്രസാദ്. ശരി ശ്രീജിത്ത്, ഇതിൽ ഇനി ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, അതിന്റെ ഒരു പകുതി ഉത്തരം ശ്രീജിത്ത് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞ് അടുത്തെന്താണ് നടപടി എന്നുള്ളത്. അപ്പോൾ ഉദ്യോഗസ്ഥരുമായും സർവീസ് സംഘടനകളുമായും
അതിനൊക്കെ അപ്പുറം റവന്യൂ മന്ത്രിയുമായും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ADM എങ്കിൽ ഇനിയൊരു തുടർ നടപടി അത്ര എളുപ്പമാവില്ല. പക്ഷെ അതേസമയം തന്നെ ഏറ്റവും ഒടുവിൽ ശ്രീജിത്ത് പറഞ്ഞതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ADM അല്ല, കളക്ടറുമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചോദിച്ച ഒരു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ഒരു രേഖ, അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടി ശരിയല്ല, സത്യവിരുദ്ധമാണ് എന്ന് വരുന്നു. അപ്പോൾ ആ മറുപടി തയ്യാറാക്കി കൊടുത്തയാളെ തീർച്ചയായിട്ടും വെറുതെ വിടുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ചോദ്യവും ഉത്തരവും, അല്ലെ ശ്രീജിത്ത്? തീർച്ചയായും പ്രദീപ്, താങ്കൾ പറഞ്ഞതാണ് അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. നമ്മൾ ഇതിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും അത് തന്നെയാണ്. കാരണം റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ പ്രത്യേകിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ നവംബർ 4 കൊടുത്ത വാർത്തയാണ്. അതിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇത്രയധികം തെളിവുകൾ നിരത്തിയുള്ള വാർത്തയാണ് കൊടുത്തത്. പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഈ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ പല തരത്തിൽ അപേക്ഷകൾ കൊടുത്തെങ്കിലും ആകെ മറുപടി കൃത്യമായി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ നൽകിയത് ഒരു തെറ്റായ വിവരമാകുന്നത് ADMന്റെ ഈ പ്രവൃത്തി കൊണ്ടാണ്. അതായത് നമുക്ക് മുന്നിൽ ഒരു തെറ്റായ വിവരം നൽകുകയും അത് തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ADM തന്നെയാണ്. അങ്ങനെ ADM മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പറഞ്ഞു പറ്റിക്കുമ്പോൾ ഇനി നടപടി എടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നടപടി ഉണ്ടാകേണ്ട സാഹചര്യമാണ്. നടപടി എടുക്കുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരിക്കുക. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 3-4 മാസമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ജോലി. നമ്മളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും വാർത്തകൾ നൽകുകയും ചെയ്യുന്നു. ഇനിയും അത് ചെയ്യുക, ഇതിലെന്താണ് നടക്കുന്നതെന്ന് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. കാരണം സർക്കാർ നടപടികളാണ് ഉണ്ടാകേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നടപടി എടുക്കേണ്ടത്. അത് ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണാം. പ്രദീപ്, തീർച്ചയായും അതിനകത്ത് നടപടി വേണ്ട ഒരു കാര്യം. അതെ, ഇത് ഇന്ന് ഫെബ്രുവരി 19 ശ്രീജിത്ത് വാർത്ത കൊടുത്തിട്ട് ഇന്നേക്ക് കൃത്യം 3.5 മാസം. അപ്പൊ ശ്രീജിത്ത് എക്സലന്റ് വർക്ക്, ഗുഡ് റിപ്പോർട്ട്, ഇത് തുടരുക. ഒപ്പം തിരുവനന്തപുരം ബ്യൂറോയും ഇത് സംബന്ധിച്ച് ഒന്ന് റവന്യൂ മന്ത്രിയുടെയും 2 മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും പ്രതികരണം തേടണം എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. എന്തായാലും നല്ല ഫോളോ അപ്പ്, നല്ല ഇൻവെസ്റ്റിഗേഷൻ. ഇത് ശരിവെച്ചാൽ, കാരണം ഇനി ഒരുപാട് ADMമാരും ഉണ്ടാവും. കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് സ്വയം കൊടുത്ത് നല്ല സൗകര്യമുണ്ട്. ഞാൻ വളരെ ഡീസന്റ് ആണെന്ന് പറയാലോ. മാതൃകാപരമായ രീതിയിലുള്ള ശിക്ഷ തന്നെയാണ് അതിനകത്ത് നൽകേണ്ടത്. തീർച്ചയായിട്ടും. ഒരു പക്ഷേ ഇവർ നടത്തിയ ഈ ഔദ്യോഗിക വാഹനം ദുരുപയോഗപ്പെടുത്തുക, ഔദ്യോഗിക വാഹനം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, ഇതിനൊക്കെ ഇടയിൽ ചിലപ്പോഴൊക്കെ ഒരു നേരിയ വരെ ആവാം ഉണ്ടാവുക. പക്ഷെ അതിനും അപ്പുറം ഒരു ആരോപണം വരുമ്പോഴത്തേക്ക് ഈ താഴെത്തട്ട് മുതൽ ജില്ലാ ഭരണകൂടം മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കിട്ടിയ വാർത്ത അല്ലെങ്കിൽ കിട്ടിയ റിപ്പോർട്ട് എടുത്ത് നമുക്ക് നൽകുന്നു, അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ഇത് തേടിയ ആൾക്ക് ഇത് കൊടുക്കുന്നു. ഒടുവിൽ ആ കൊടുത്ത മറുപടി സത്യവിരുദ്ധമാണ് എന്ന് വരികയാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ തുടർ റിപ്പോർട്ടുകൾ എന്താണെന്ന് നോക്കാം. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ് തുടങ്ങിയതാണ് പത്രവിശേഷം. രഞ്ജിത്ത് രാമചന്ദ്രൻ സ്റ്റുഡിയോയിൽ തയ്യാറായിട്ടുണ്ട്. രഞ്ജിത്ത്, എന്തൊക്കെയാണ് ഒരു ഞായറാഴ്ചയായിട്ട് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? പ്രഭാത കേരളത്തിലേക്ക് പാലക്കാട് കോട്ടയ്ക്ക് മുന്നിൽ നിന്ന് വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് പ്രസാദ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ആ കോട്ടയുറ്റുമുള്ളത്. അതിൻ്റെ ചരിത്രമൊക്കെ ഞങ്ങളിങ്ങനെ നിങ്ങൾ വിശദീകരിക്കുന്ന കേൾക്കുകയായിരുന്നു ന്യൂസ് ഡെസ്കിലിരുന്ന്. ഒപ്പം പത്രങ്ങളിലും ഞായറാഴ്ചയായിട്ട് വാർത്തകൾക്ക് കുറവൊന്നുമില്ല, പേജുകൾ കൂടുതലുണ്ട്. സ്വാഭാവികമായും വാർത്തകളുടെ എണ്ണത്തിലും കൂടുതലുണ്ട്. നമുക്ക് പത്രവിശേഷത്തിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. പത്രം 18-ൽ നമുക്ക് ആദ്യം മലയാള മനോരമയുടെ ഒരു ഉൾപേജ് വാർത്ത. അത് ഇസ്രായേലിലേക്ക് പോയ സംഘത്തിലെ ഒരു കർഷകനെ കാണാതായി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നേരത്തെ കൃഷിമന്ത്രി അടക്കം ഈ സംഘത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കൃഷിമന്ത്രിയുടെ യാത്ര പാർട്ടി തന്നെ ഇടപെട്ട് വെട്ടി. അതിനുശേഷം 27 കർഷകർ അവിടുത്തെ ആധുനിക കൃഷിരീതിയെക്കുറിച്ച് പഠിക്കാൻ പരിശീലനത്തിന് അയച്ച 27 കർഷകരിൽ ബിജു എന്ന കണ്ണൂർ സ്വദേശി ബിജു കുര്യൻ, 48 വയസ്സാണ്. ബിജു കുര്യനെ കാണാനില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഞാൻ ഈ പത്രമൊക്കെ പരിശോധിച്ചപ്പോൾ മനോരമയിൽ മാത്രമാണ് ഈ ഒരു വാർത്ത ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എംബസി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇസ്രായേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ അടക്കം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ബന്ധുക്കളോട് ഇയാൾ കഴിഞ്ഞ 16 ശേഷം ആരുമായി സംസാരിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്.
ഇതിനിടെ ബിജുവിനെ പോലെ ഒരാളുടെ ദൃശ്യം പുറത്തു വന്നു എന്ന വാർത്തയും മനോരമ കോളം വാർത്തയായി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയെ മനോരമ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് നടൻ മുരളിയെ അപമാനിച്ച ഒരു സംഭവമാണ്. നടൻ മുരളിയുടെ പ്രതിമ നമുക്കറിയാം, ചിത്രമടക്കം കൊടുത്തിട്ടുണ്ട്. നടൻ മുരളിയുടെ വെങ്കല പ്രതിമ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് മുരളിയുമായി അജഗജാന്തര വ്യത്യാസമാണ്. അത്തരത്തിലൊരു പ്രതിമ ഈ ശില്പി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 5.7 ലക്ഷം രൂപ ശില്പിക്ക് നൽകിയിരുന്നു. അത് തിരിച്ചു പിടിക്കുമെന്നായിരുന്നു നേരത്തെ സാംസ്കാരിക വകുപ്പിൻ്റെ തീരുമാനം. പക്ഷേ ഇപ്പോൾ അത് എഴുതിത്തള്ളി. അത് അങ്ങനെ ആ ശില്പിയിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞ് അത് എഴുതിത്തള്ളിയിരിക്കുകയാണ്. ഈ ശില്പി നൽകിയ മറുപടി ഈ പറഞ്ഞതുപോലെ തനിക്ക് ആ പണം തിരികെ നൽകാനുള്ള സാഹചര്യമില്ല എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ലയൺ വേഴ്സസ് ടൈഗർ എന്ന സ്പോർട്സ് പേജിലെ വാർത്തയാണ്, മനോരമയുടെ തന്നെ. ഈ നമ്മുടെ അക്ഷർ പട്ടേലിൻ്റെ ബാറ്റിംഗ്, ഇന്നലത്തെ വാലറ്റത്തെ ബാറ്റിംഗ്, ഇന്ത്യയെ കരകയറ്റിയ ഒരു ബാറ്റിംഗ്, അതിന് അക്ഷർ പട്ടേലിന് പറഞ്ഞിരിക്കുന്നത്, മനോരമ എഴുതിയിരിക്കുന്നത്, ഓസ്ട്രേലിയൻ ബോളിംഗിൽ ഒരു ലയൺ ഉണ്ടെങ്കിൽ ഇന്ത്യൻ നിരയിൽ ഒരു ടൈഗർ ഉണ്ട്, അതാണ് അക്ഷർ പട്ടേൽ എന്നാണ്. പട്ടേലിൻ്റെ പടം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ മനോരമ സ്പോർട്സ് പേജ് നൽകിയിരിക്കുന്നത്. നമുക്കിനിയും മാതൃഭൂമിയിലേക്കൊന്ന് പോകണം. മാതൃഭൂമിയിൽ പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന 12 ചീറ്റപ്പുലികളുടെ കൂടുകൾ ആദ്യത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി നൽകിയിരിക്കുന്നു. പറക്കും ചീറ്റകൾ എന്ന ക്യാപ്ഷനാണ് അതിന് നൽകിയിരിക്കുന്നത് മാതൃഭൂമി. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ടിപ്പുറത്തെ അതിനോട് ചേർന്ന് തന്നെ പി രതീഷിൻ്റെ ഫോട്ടോയാണ്. പിണറായി വിജയൻ പാലക്കാട് തൃത്താല ചാലിശ്ശേരിയിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്യാനായി ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങുന്ന വാർത്ത ഇന്നലെ നമ്മൾ പ്രൈം ഡിബേറ്റിലൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അത് പടമായി നൽകിയിരിക്കുന്നു. ഒപ്പം ഇതിൻ്റെ നടുക്കായിട്ട് സർക്കാർ ജീവനക്കാർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വിലക്ക് എന്ന ഒരു കോളം വാർത്ത കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ ജീവനക്കാർ യൂട്യൂബ് ചാനലുകൾ വഴി വരുമാനം കണ്ടെത്താം എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ജീവനക്കാർ യൂട്യൂബ് ചാനലുകൾ റൺ ചെയ്യരുത് എന്ന പ്രധാനപ്പെട്ട ഉത്തരവ് സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മറ്റൊരു പ്രധാന വാർത്ത PK മണികണ്ഠൻ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്ന സ്കൂൾ തസ്തിക നിർണ്ണയവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം 2 ലക്ഷം കുട്ടികളുടെ ആധാറിൽ കൃത്യതയില്ല കേരളത്തിലെ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ആധാറിൽ 8,068 ആധാറിൽ ഇരട്ടിപ്പുണ്ട്. ആധാർ അസാധുവായത്, UID ഇല്ലാത്തത്, കൃത്യതയില്ലാത്തത്, അങ്ങനെ മൊത്തത്തിൽ 2 ലക്ഷത്തി ത്തോളം കുട്ടികളുടെ ആധാറിൽ കൃത്യതയില്ല. അത് സംശയനിഴലിലാണ്. കാരണം കേരളത്തിൽ ആധാർ എൻറോൾമെൻറ്റ് ഏതാണ്ട് പൂർണ്ണമായ ഒരു സാഹചര്യമുണ്ട്. ഇത് കുട്ടികളുടെ ആധാർ ചേർക്കാൻ അക്ഷയ വഴി പ്രത്യേക പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു. എന്നിട്ടും ഇത് സംഭവിച്ചത് ഈ അൺഎയ്ഡഡ് സ്കൂളുകൾ മാനേജ്മെൻറ്റുകളുടെ ഒരു കളിയാണോ എന്ന സംശയവും ആ തരത്തിൽ ഈ വാർത്തയിലൂടെ ഉയർത്തുന്നുണ്ട്. അത് ഒരുപക്ഷെ അന്വേഷണ വിധേയമായേക്കാം. നമുക്കിനി കേരള കൗമുദിയിലേക്ക് പോയാൽ ആറ്റുകാൽ പൊങ്കാലയാണ്. 7-ാം തീയതി, വരുന്ന 7-ാം തീയതി ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത ഇത്തവണ കോവിഡ് കവർന്ന 2 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ ഒന്നടങ്കം ആഘോഷമാക്കുന്ന തരത്തിൽ പഴയ പകട്ടോടെ ആറ്റുകാൽ പൊങ്കാല മടങ്ങിയെത്തും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രാധാന്യത്തോടെ കേരളകൗമുദി നൽകിയിരിക്കുന്നു. മറ്റൊന്ന് കേരളകൗമുദിയിലെ മറ്റൊരു വാർത്ത ഏപ്രിലിൽ വൈദ്യുതിനിരക്ക് കൂട്ടുമെന്നുള്ളതാണ്. വെള്ളക്കരം കൂട്ടി, സെസ് പെട്രോളിന് അടക്കം ഏർപ്പെടുത്തിയ സാഹചര്യം വന്നു. മദ്യത്തിന് വില കൂട്ടി. ഇപ്പോൾ ഇനിയും വൈദ്യുതിയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതായത് ഏപ്രിൽ 1 അടുത്തോടെ അടുത്ത 4 വർഷത്തേക്ക് നിരക്ക് കൂട്ടണമെന്നാവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ സർക്കാരിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷന് KSEB അപേക്ഷ നൽകിയിട്ടുണ്ട്. അത് ഈ യൂണിറ്റിന് 40 പൈസ കൂട്ടണമെന്നുള്ളതാണ്. അത് വലിയൊരു വർധനവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്ത കേരളകൗമുദി നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ GST നഷ്ടപരിഹാരത്തിൻ്റെ വിഷയത്തിൽ ധനമന്ത്രി രാജീവ് ഇത്തരത്തിൽ ചില ആവശ്യങ്ങൾ ബാലഗോപാൽ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് GST നഷ്ടപരിഹാരത്തിൻ്റെ കാലാവധി കൂട്ടണമെന്നായിരുന്നു. പക്ഷേ അത് കേന്ദ്രം തള്ളി എന്ന വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. വീക്ഷണത്തിലേക്ക് വന്നാൽ ആകാശ് തില്ലങ്കേരിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഈ വിവാദം ഒതുക്കാനുള്ള CPM നേതൃത്വത്തിന്റെ തത്രപ്പാട് വീക്ഷണത്തിൽ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. മട്ടന്നൂരിൽ ഒരു അടിയന്തര യോഗം ചേരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ MV ജയരാജൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത ഒരു യോഗം ഇന്ന് ഒരുപക്ഷെ ചേർന്നേക്കാം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത വീക്ഷണം നൽകിയിരിക്കുന്നു. മറ്റൊന്ന് KP സായി കിരൺ ടൈംസിൽ ഒരു വളരെ എക്സ്ക്ലൂസീവായ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്കറിയാം ലൈഫ് മിഷൻ വിവാദം അത് അതിൻ്റെ പാരമ്യത്തിലാണ്. ഇതിനിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് അനുവദിച്ച, അതായത് 717 കോടി രൂപ ലൈഫ് മിഷൻ വീടുകൾ നിർമ്മിക്കാൻ അനുവദിച്ചിട്ടും അതിൻ്റെ 5.3% ഫണ്ട് മാത്രമാണ് ചിലവഴിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതായത് 38 കോടി രൂപ മാത്രമാണ് ഈ ചിലവഴിച്ചിട്ടുള്ളത്. 717 കോടി രൂപ അനുവദിച്ചപ്പോൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു എക്സ്ക്ലൂസീവായി തന്നെ മറ്റു പത്രങ്ങളിലൊന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അത് സായി കിരൺ ടൈംസിലൂടെ നൽകിയിട്ടുണ്ട്. അത്
ഇതും ഏറെ പ്രാധാന്യത്തോടെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. ഇത് ഹിന്ദുവിലേക്ക് വന്നാൽ ഉദ്ധവ് താക്കറെയുടെ ചിഹ്നം നഷ്ടപ്പെട്ടു, അമ്പുമ്പിൽ നഷ്ടപ്പെട്ടു. ഇതിപ്പോൾ പ്രവർത്തകരെ ആഹ്വാനം ചെയ്യാണ് ഉദ്ധവ് താക്കറെ ഇതിനെതിരെ പ്രതികരിക്കാൻ. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിമകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി എന്നുള്ള നിർണായകമായ വിമർശനം ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മറ്റൊന്ന്, ജനയുഗത്തിലേക്ക് വന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടന മാറ്റാനുള്ള കേന്ദ്ര നീക്കമാണ് അവരുടെ പ്രാധാന്യമുള്ള വാർത്ത. അത് കേരളത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ്. അതായത് ചെലവിൻ്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഘടന മാറ്റുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിൽ 1400 കോടിയെങ്കിലും സംസ്ഥാനം വർഷം തോറും കണ്ടെത്തേണ്ടി വരും എന്നുള്ളത് വലിയ പ്രാധാന്യത്തോടെയുള്ള വാർത്തയായി ജനയുഗം നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രദീപ് പ്രസാദ് പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ പത്രങ്ങളിലുള്ളത്. നമുക്കിനിയും നിരവധി വാർത്തകളുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രഭാത കേരളത്തിലേക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തിരിച്ചു വരാം. താങ്ക് യു രഞ്ജിത്ത് രാമചന്ദ്രൻ. പ്രഭാത കേരളം തുടരുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച പത്രവിശേഷങ്ങൾ പറയുമ്പോഴാണ് ഞായറാഴ്ച നമ്മളിപ്പോഴും ഈ സപ്ലിമെന്റുകൾ ഇഷ്ടപ്പെടുന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നൊരു അതിഥിയുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അത് സിനിമയാണ് വിശേഷം. അതായത് മാത്യു തോമസും മാളവിക മോഹനും കൂടി ഇപ്പോൾ പുതിയതായിട്ടുള്ള ക്രിസ്റ്റി എന്ന് പറയുന്ന സിനിമയുടെ പുതുമുഖ സംവിധായകനാണ് ആൽവിൻ ഹെൻറി. ക്രിസ്റ്റി എന്ന സിനിമയിലെ നായിക മാളവിക മോഹനാണ് ഇന്ന് പ്രഭാത കേരളത്തിലെ അതിഥി. മാളവികയുമായി നമ്മുടെ VS കൃഷ്ണരാജ് നടത്തിയ അഭിമുഖം നമുക്കൊന്ന് കാണാം. നമസ്കാരം. തിയേറ്ററുകളിൽ ഓടിത്തുടരുകയാണ് ക്രിസ്റ്റി എന്ന ചിത്രം. അധ്യാപികയും വിദ്യാർത്ഥിയും കടലും ഒരുമിക്കുന്ന പ്രണയകഥ. GR ഇന്ദുഗോപനും ബെന്യാമിനും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ചിത്രത്തിലെ നായിക മാളവിക മോഹനൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാളവിക, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, 2 ദിവസം പിന്നിടുന്നു ചിത്രം തിയേറ്ററുകളിൽ. പ്രേക്ഷക പ്രതികരണം എങ്ങനെയുണ്ട്? ഞാൻ ആക്ച്വലി ഹൈദരാബാദിലൊരു തെലുങ്ക് പടത്തിന്റെ ഷൂട്ട് ചെയ്യാണ്. അപ്പോ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്സ് ഒക്കെയാണ്. ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ഐ നോ. ഞാൻ പേഴ്സണലി അവിടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എനിക്ക് എന്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ല കുറെ ആൾക്കാർ കണ്ട് ദേ ലൈക്ഡ് ഇറ്റ് പറയാനൊക്കെ വിളിച്ചു. കുറെ ആൾക്കാർക്ക് പടം കുറെ ഫീൽ ആയി. ദേ റിയലി ലൈക്ഡ് ഇറ്റ്. സോ ഫാർ ഐ എം ഹാപ്പി. യെസ്, ഈ 2 പ്രണയിതാക്കൾക്ക് നടുവിൽ ഒരു കടലുണ്ടല്ലോ, ആ കടലാണോ പ്രണയം? ഒരു പോയറ്റിക് രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പൊ എല്ലാ ഒരു ലവ് ഇക്വേഷനിൽ ഉണ്ടാവുന്ന ഒരു ഓരോരോ സിറ്റുവേഷണൽ എന്താ പറയാ, സിറ്റുവേഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമല്ലോ. അല്ല, ഈ സിനിമ ഒരു പ്രണയത്തിന് ഒരു പുതിയ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ടോ? ഐ തിങ്ക് സോ. കാരണം ഇതൊരു ഏജ് യൂഷ്വലി നമ്മൾ ഓപ്പോസിറ്റ് ആണല്ലോ കാണാറ്. ഓൾഡർ ഹീറോ, യങ്ങർ ഹീറോയിൻ. ഇതൊരു ഓപ്പോസിറ്റ് സ്റ്റോറി ആയതുകൊണ്ട് പിന്നെ കുറെ ബോയ്സ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ബോയ്സിന് അങ്ങനത്തെ ഒരു ക്രഷ്, അങ്ങനത്തെ ഒരു ലവ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രഷ് ഉണ്ടായിട്ടുണ്ട് ഡ്യൂറിങ് ദർ യങ്ങർ ഇയേഴ്സ്, ഡ്യൂറിങ് ദർ കോളേജ് ഇയേഴ്സ് ടു ആൻ ഓൾഡർ പേഴ്സൺ. അപ്പൊ അങ്ങനെ ഇതൊരു റിലേറ്റബിൾ ആണ് കുറെ ആൾക്കാർ പറയുന്നത്. മാളവിക, എങ്ങനെയാണ് ഈ ചിത്രത്തിന്റെ ഭാഗമായത്? എന്നാ ആൽവിൻ, പടത്തിന്റെ ഡയറക്ടർ ആൽവിൻ അപ്രോച്ച് ചെയ്തതാണ്. അവർ ക്രിസ്റ്റി ക്യാരക്ടറിന് വേണ്ടി അവർ കുറെ നാളായി ഹണ്ട് ചെയ്യായിരുന്നു. ആൻഡ് ബെന്യാമിൻ സർ ആണ് എന്റെ പേര് റെക്കമെൻഡ് ചെയ്തത്. അപ്പോ അത് ബെന്യാമിൻ സാറിന്റെ റെക്കമെൻഡേഷൻ ത്രൂ ആണ് അവര് ദേ തോട്ട് ഓഫ് മീ ഫോർ ദ ക്യാരക്ടർ. ആൻഡ് അങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും ഒരു സിമ്പിൾ നാടൻ പെൺകുട്ടി പ്ലേ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഹീറോയിൻ സെൻട്രിക് എന്നതിനുപരി ഇതൊരു സ്റ്റോറി സെൻട്രിക് ഫിലിമാണ് എന്ന് പറഞ്ഞാൽ? അതെ, എക്സാക്ട്ലി. എനിക്ക് ആ സംഭവം കണക്ട് ആയി. ഈ പടത്തിന്റെ ഹീറോ ആക്ച്വലി പടം തന്നെയാണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ അപ്രോച്ച് ചെയ്തതും അങ്ങനെയാണ്. പിന്നെ ഞാൻ തമിഴിൽ ചെയ്ത ലാസ്റ്റ് 3 പടമൊക്കെ ബിഗ് ഹീറോ മൂവീസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ആസ് എൻ ആക്ടർ അങ്ങനത്തെ ഒരു പടത്തില്
ആക്ട് ചെയ്യുന്ന സമയത്ത് everything, even the story is altered to make the hero look a certain way. ഒരു മാസപ്പടമാക്കാൻ വേണ്ടി even the script is written a certain way. അപ്പൊ എനിക്ക് വേണ്ടി ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനത്തെ 3 മാസി പടങ്ങൾ കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു കഥാപാത്രത്തെ ആഗ്രഹിച്ചിരുന്നു? അതെ അതെ, ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ആസ് ആൻ ആക്ടർ ഇങ്ങനെ ഒരു സെയിം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യണം, ഒരു റെപ്പിറ്റേറ്റീവ് ആവാൻ എനിക്ക് ഇഷ്ടമല്ല. സോ ഇറ്റ് വാസ് ഓൾസോ ആൻ അറ്റംപ്റ്റ് ഫ്രം മൈ. തോന്നുന്ന ഇഷ്ടം സമൂഹത്തിൽ വലിയ ചർച്ചയാകും, ഒരുപക്ഷെ വിവാദമാകും. അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മുടെ പടത്തിൽ അങ്ങനെ ഒരു ട്രൂ ഫീലിങ്സ് ആണ്, ഒരു ഇന്നസെന്റ് ലവ് ആണ്. ഒരു വൾഗാരിറ്റിയോ ഒരു ലസ്റ്റ് ആ എലിമെന്റ് ഒട്ടുമില്ല. അപ്പൊ ട്രൂ ഫീലിങ്സ് ഇപ്പൊ നമുക്ക് എനിബഡി ക്യാൻ ഫീൽ ഫോർ എനിബഡി, യു നോ, ലൈക്ക് യു ക്യാൻ ഫീൽ ഇറ്റ് ഫോർ സംബഡി ഹൂസ് ഫ്രം എ ഡിഫറെന്റ് റിലിജൻ, ഡിഫറെന്റ് കാസ്റ്റ്, അങ്ങനെ ഒരു ഡിഫറെന്റ് ഏജും ആവാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു മെസ്സേജ് ആണ്, ഇതൊരു നല്ല മെസ്സേജ് ആണ്. നമ്മുടെ പടം എടുത്തത് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി, അങ്ങനെ ഒരു പ്രീച്ചി ഫിൽമോ ഒരു മെസ്സേജ് കൊടുക്കേണ്ട അങ്ങനെ പടമല്ല. പക്ഷെ നമ്മളത് അറ്റ് ദ സെയിം ടൈം രണ്ട് ഹ്യൂമൻ ബീങ്സിന് ഇടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാലോ. എനിബഡി ക്യാൻ ഫോൾ ഇൻ ലവ് വിത്ത് എനിബഡി. അപ്പൊ അത് മാളവിക, മലയാളം വായിക്കാൻ അറിയുമോ എഴുതാൻ അറിയുമോ? നന്നായി പറയുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഈ തിരക്കഥയൊക്കെ പൂർണ്ണമായും വായിക്കാൻ ആരാണ് സഹായിച്ചത്? അമ്മയാണ് സഹായിച്ചത്. എനിക്ക് മലയാളം സ്ലോലി വായിക്കാൻ അറിയാം, പക്ഷെ ഞാൻ അങ്ങനെ വായിക്കാറില്ല. എനിക്ക് അത്ര ഫെമിലിയർ അല്ല. കാരണം എന്റെ സ്കൂളിങ്ങും അതൊക്കെ ബോംബെയിലായതുകൊണ്ട് എനിക്ക് ആ ഒരു മലയാളം ലിറ്ററേച്ചറിനോട് ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല. ആൻഡ് അമ്മയാണ് യൂഷ്വലി ഹെൽപ്പ് ചെയ്യാറ്. അമ്മയാണ് ആദ്യം സ്ക്രിപ്റ്റ്. അമ്മ എഴുതാറുണ്ടല്ലേ? അമ്മ എഴുതാറുണ്ട്. അമ്മ ഗൃഹലക്ഷ്മി, വനിത അവർക്കൊക്കെ വേണ്ടി കുറെ കൊല്ലം ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയതാ. ബീന മോഹന്. യെസ്, ഈ സിനിമ ഒരു മെസ്സേജ് എന്ന രീതിയിലല്ല എന്ന് മാളവിക നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ കടലിൻ്റെ കടന്നുവരവ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 2 കഥാപാത്രങ്ങൾ, ഒരു കടൽ, അങ്ങനെ 3 കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായി. അതെ, ആക്ച്വലി വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. കടൽ ഈ പടത്തിൽ ഒരു 3rd ക്യാരക്ടർ പോലെയാണ്. ഈ കഥ നടക്കുന്നതും പൂവാറിലാണ്. ഈ ക്യാരക്ടേഴ്സിന്റെ തമ്മിലുള്ള കുറെ ഇന്ററാക്ഷൻസ് നടക്കുന്നതൊക്കെ ഈ കടല് വരുന്ന ഒരു ഫാക്ടർ ഒരു കഥാർട്ടിക് ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് ഫിലിമില്. പിന്നെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോം ആവുന്നതും കടല് കാരണമാണ്. സോ ഇറ്റ്സ് പിന്നെ അത് നമ്മുടെ ആനന്ദ് സി ചന്ദ്രൻ ആണല്ലോ ഷൂട്ട് ചെയ്തത്. ആനന്ദ് നല്ലതൊരു പോയറ്റിക് ആയിട്ട് ആ വിഷ്വൽസിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. I really liked how he shot the film actually. He's brought that cuddle element to life very beautifully. ശരി മാളവിക, ഈ നിഷ്കളങ്കമായൊരു പ്രണയം എന്ന് നേരത്തെ മാളവിക തന്നെ പറഞ്ഞല്ലോ. ഈ പ്രണയിക്കാൻ ഏതറ്റം വരെയും പോകാം എന്നതിന് ഉത്തരമാണോ ഈ സിനിമ? അങ്ങനെ പറയാം നമുക്ക്. അതിപ്പോ മാത്യുവിന്റെ ക്യാരക്ടർ റോയ് അതാണല്ലോ ചെയ്യുന്നത് പടത്തില്. യുനോ ഒരു ഇമ്മെച്യൂർ ലവ്, ഒരു ഒബ്സെസീവ് ലവ്, ആ ഒരു പ്രായത്തിലുണ്ടാവുന്ന ആ ഒരു ഫസ്റ്റ് ലവിന്റെ ഒരു ഒബ്സെഷൻ, അങ്ങനത്തെ ചില എലിമെന്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന പടമാണിത്. ശരി, ഈ 2 വലിയ എഴുത്തുകാരുടെ സിനിമ കൂടിയാണിത്. അവർ ഒരുമിച്ചിരുന്ന് എഴുതിയ തിരക്കഥ ബെന്യാമിനും ഇന്ദുഗോപനും. അത് സമ്മർദ്ദമുണ്ടാക്കിയോ? What does that word mean? Yes, tension or pressure. ഇല്ല, ആക്ച്വലി ഇൻഫാക്ട് ക്വൈറ്റ് ദി ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം ബെന്യാമിൻ സർ ത്രൂ ഔട്ട് ഷൂട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സോ എവറി ടൈം ഐ ഹാഡ് എ ഡൗട്ട്. നമുക്ക് ഇപ്പൊ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ഫിലിംസിലൊന്നും റൈറ്റേഴ്സ് സെറ്റിൽ വരാറില്ല അത്ര ഫ്രീക്വന്റ് ആയിട്ട്. അപ്പൊ നമ്മുടെ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ചോദിക്കുന്നത് ഡയറക്ടേഴ്സിന്റെ അടുത്താണ് ആസ് ആക്ടേഴ്സ്. പക്ഷെ ബെന്യാമിൻ സർ കോൺസ്റ്റന്റ്ലി ഉണ്ടായതുകൊണ്ട്, ഈവൻ ഇന്ദുഗോപൻ സർ യൂസ് ടു കീപ് കമ്മിങ് ഫ്രീക്വന്റ്ലി.
സോ ഐ വുഡ് കോൺസ്റ്റന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി ടു ഹിം. എന്തിനാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് ഈ സീനില് ഇത് സംഭവിക്കുന്നത്. അപ്പോ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ആക്ച്വലി. മാളവിക ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണെന്ന് കേൾക്കുന്നു, നിരവധി ചിത്രങ്ങളൊക്കെ എടുക്കുന്ന ആളെന്ന്. എനിക്ക് ഫോട്ടോഗ്രാഫി എന്റെ ടീനേജേഴ്സ് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് അച്ഛൻ്റെ ഒരു ഓഫ്കോഴ്സ് അച്ഛൻ്റെ ഒരു അച്ഛൻ സിനിമറ്റോഗ്രാഫറും പിന്നെ ഒരു ബേസിക്കലി മോർ ദൻ സിനിമറ്റോഗ്രാഫർ ഒരു വിഷ്വൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ചെറുപ്പം മുതലേ വീട്ടിൽ കുറെ ഫിലിം ക്യാമറാസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാമറാസ് ഒക്കെ നമ്മള് ഓൾമോസ്റ്റ് ഒരു ടോയ്സ് പോലെ കളിച്ചാണ് വളർന്നത്. സോ വെൻ ഐ വാസ് ഇൻ കോളേജ് ഹി ബോട്ട് മീ മൈ ഓൺ ക്യാമറ. അപ്പം ഡെവലപ്പ് ആയ ഒരു ഇൻട്രസ്റ്റ് ആണ് ഫോട്ടോഗ്രാഫി. പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്ത സമയത്ത് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ കുറെ വൈൽഡ് ലൈഫ് ട്രിപ്സിന് വേണ്ടി പോകാറുണ്ട്, സഫാരി ട്രിപ്സ് ആൻഡ് എവറിഥിങ്. സോ ഐ ലൈക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എ ലോട്ട് ആക്ച്വലി. അപ്പൊ എന്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടി അതാണ്. ശരി, ഈ മലയാളത്തിൽ ഇനിയും ഏറെ ചിത്രങ്ങൾ കാത്തിരിപ്പുണ്ടോ? ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? ഇപ്പോൾ തെലുങ്കിൽ പുതിയൊരു സിനിമ ചെയ്യുന്നു എന്ന് കേൾക്കുന്നു, അതിൽ നായകൻ ആരാണ്? ഞാനൊരു ബോളിവുഡ് ഫിലിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫർഹാൻ അക്തർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം, ഒരു റൊമാൻറ്റിക് ആക്ഷൻ, ഒരു പ്രോപ്പർ ബോളിവുഡ് ഫിലിമാണ്. അതിപ്പം എനിക്ക് ഏപ്രിൽ, അത് ഒരു സമ്മർ റിലീസ് അറൌണ്ട് ദാറ്റ് ടൈമാണ് അവർ പ്ലാൻ ചെയ്തത്. പിന്നെ ഇപ്പം തമിഴിൽ ഒരു രഞ്ജിത്ത് സാറും വിക്രം സാറിന്റെ കൂടെ ഒരു എക്സ്ട്രീം, ആക്ച്വലി ദാറ്റ് സ്ക്രിപ്റ്റ് ഇസ് വണ്ടർഫുൾ. ഒരു ആക്ഷൻ, പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ്, അത് ചെയ്യുന്നുണ്ട്. തെലുങ്കില് ഞാനൊരു ആക്ച്വലി തെലുങ്ക് ഡെബ്യൂ ആണ്, പക്ഷെ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഷൂട്ടിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ. പ്രഭാസാണ് നായകൻ എന്ന് കേൾക്കുന്നു. ഞാനും കേൾക്കുന്നുണ്ട്, കൊറേ നാളായി കേൾക്കുന്നത്. മലയാളത്തിൽ ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ആക്ച്വലി ഈ 2 പ്രോജക്ട്സ് നെക്സ്റ്റ് 4-5 months എനിക്ക് ഡേറ്റ്സ് ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള ഐ നീഡ് എ ബ്രേക്ക്. ഞാൻ ബാക്ക് ടു ബാക്ക് ഒരു 3 പടം ബാക്ക് ടു ബാക്ക് ചെയ്തു, ഒരു ബ്രേക്ക് എടുക്കാണ്ട്. സോ നൗ ഐ എം റിയലി ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്ക് മെയിൻ കമ്മിറ്റ്മെന്റ്സ് ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ എനിക്കൊരു 3 week ബ്രേക്ക് എടുക്കണം. സോ അപ്പൊ മലയാളത്തിൽ നെക്സ്റ്റ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇഫ് ഐ ഗെറ്റ് സം ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ്, ആക്ച്വലി എനിക്ക് നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം താല്പര്യമുണ്ട്. മോർ ദാൻ ബിഗ് ഹീറോസ്, ഐ വാണ്ട് ടു വർക്ക് വിത്ത് ഗുഡ് മേക്കേഴ്സ്. അതൊരു വലിയ കാര്യമാണ്, ആ തുറന്നു പറച്ചിൽ വലിയൊരു കാര്യമാണ്. മികച്ച സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യുക, മികച്ച നായകന്മാരെക്കാൾ മലയാള സിനിമയിലും മറ്റു സിനിമകളിലും ഇനിയുമേറെ സജീവമാകാൻ മാളവികയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രഭാത കേരളത്തിൽ അതിഥിയായി ഒപ്പം ചേർന്നതിൽ വളരെ സന്തോഷം. നന്ദി. താങ്ക് യു. പ്രഭാത കേരളം തുടരുകയാണ്. പാലക്കാട്ട് നിന്ന്, പാലക്കാട് കോട്ടയിലായിരുന്നു നാം ഇതുവരെ. ഇപ്പോൾ റോഡിനിക്കരെ കോട്ട മൈതാനത്തേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ നല്ല ഉന്മേഷവും ഉത്തേജനവും ഒക്കെ നൽകുന്ന കാഴ്ചകളാണ് കോട്ട മൈതാനത്ത് നിന്ന് നമുക്ക് കാണാൻ ഉള്ളത്. പ്രസാദ്, ഇവിടെ നടക്കുന്നത് ഒരു ചിട്ടയായ ഒരു പരിശീലനമാണല്ലോ, വ്യായാമ മുറമകളും ഫിറ്റ്നസിനും ഒക്കെയുള്ളത്. ഇതിനെക്കുറിച്ച് തന്നെ കഴിഞ്ഞ ദിവസം പ്രസാദ് വാർത്തയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഒരു 100 കണക്കിന് കുട്ടികളുണ്ട്. ഇവർ പ്രധാനമായിട്ടും വിവിധ റിക്രൂട്ട്മെന്റുകളുണ്ട്, പോലീസുണ്ട്, സൈന്യത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള. അപ്പൊ അതിനെല്ലാം കുട്ടികൾ പ്രിപ്പയർഡ് ആവുകയാണ്. അപ്പൊ രാവിലെ മുതൽ തന്നെ ഇവരുടെ പ്രാക്ടീസ് തുടങ്ങും. വിവിധ ഏജൻസികളാണ് ഇവർക്ക് അതിനുള്ള നേതൃത്വവും പരിശീലനവും ഒക്കെ കൊടുക്കുന്നത്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളാണ് അതിന്റെ തയ്യാറെടുപ്പ്. ഇപ്പൊ ഇവിടെ ഇവരെ നയിക്കുന്നത് ശ്രീ ഉല്ലാസാണ്. അദ്ദേഹം ഇവിടെ കുട്ടികൾക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ രീതിയിലാണ് ശ്രീ ഉല്ലാസത്തിന്റെ നമ്മളോട് അത് സംസാരിക്കും. ഇപ്പൊ നമ്മൾ എത്ര കുട്ടികളാണ് ഇവിടെ ഈ പരിശീലനം നടത്തുന്നത്? എത്ര സമയമാണ് ഇത് വേണ്ടി വരുന്നത്? ഇപ്പൊ എക്സാം ആയത് കുറച്ച് കുട്ടികൾ കുറവാണ് സാർ. പറഞ്ഞോളൂ. എക്സാം ആയത് കാരണം കുറച്ച് കുട്ടികൾ കുറവാണ്. കുട്ടികളുടെ ലീവിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കും. സെലക്ഷൻ വരുന്ന സമയത്ത് കുട്ടികൾ കൂടുതലുണ്ടാവും. നല്ല പോലെ ട്രെയിനിങ് കൊടുക്കുക.
നല്ല അച്ചടക്കമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ. രാവിലെ എത്ര മണി മുതലായി നമ്മൾ ഈ പരിശീലനം ആരംഭിക്കുക? രാവിലെ 7 മണി തുടങ്ങി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 9:30 വരെ. 8:00 പോകുന്നവർ 8:00 പോകും. ഇവിടെ തന്നെ കുട്ടികൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. ഇവിടെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്, ഇവിടുന്ന് കോളേജിലേക്ക് പോകുന്ന കുട്ടികളുണ്ട്. അങ്ങനെ. അപ്പൊ ഈ റിക്രൂട്ട്മെന്റിനായി തയ്യാറെടുക്കുന്നവർ മാത്രമല്ല ഇവിടെ ഉള്ളത്? അല്ലല്ല, ഫിറ്റ്നസ് ആയിട്ട് വരുന്നവരുണ്ട്. സാർമാരുണ്ട്, മറ്റേ സാർമാരല്ലാണ്ട് ഫിറ്റ്നസ് ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും വരുന്നുണ്ട് ഇവിടെ. ബസ് അതാണ് ഫോട്ടോ. വിവിധ റിക്രൂട്ട്മെന്റുകളാണ്. വിവിധ റിക്രൂട്ട്മെന്റ് പോലീസിലേക്കുണ്ട്, റെയിൽവേസിനുണ്ട്, എയർപോർട്ടിനുണ്ട്, ഫയറിനുണ്ട്, ആർമിന്റെ എല്ലാത്തിനുണ്ട്, പാരാമിലിറ്ററി ഫോഴ്സസിന്, അങ്ങനെ എല്ലാത്തരം റിക്രൂട്ട്മെന്റ്സിനും വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ UFC-ന് 12 പേര് ഞങ്ങളുടെ സെലക്ഷൻ ആയി പോയി. എവിടേക്കൊക്കെയാണ്? ആർമിയിലേക്ക് മാത്രം, അഗ്നിവീറിലേക്ക് ഫസ്റ്റ് ബാച്ച് ആണ്. എങ്ങനെയുണ്ട് കുട്ടികളുടെ പരിശീലനം? അവരെല്ലാം വളരെ ഊർജ്ജത്തോടു കൂടി തന്നെയാണോ നിൽക്കുന്നത്? ഞങ്ങൾ ഇടപെട്ടത്. അതെ അതെ സാർ, അവർക്ക് ഒരു ജീവിക്കണം, പിന്നെ രാജ്യസേവ വെറും പൈസ മാത്രമല്ലല്ലോ സാർ. ഓരോ എല്ലാ കുട്ടികൾക്കും രാജ്യസേവനം ഉള്ളിന്ന് വരുന്നില്ല, അതൊക്കെ ബ്ലഡിലുണ്ടാവും. ആ കുട്ടികളും ഇവിടെ വരും. എനിക്ക് പട്ടാളത്തിൽ പോകണമെന്നുള്ള ആ ഒരു ഭാഗം അവർ നന്നായി പരിശ്രമിക്കും. രാത്രിയും പകലും. രാത്രി 12 മണിക്ക് അനുസരിച്ച് പുല്ലപ്പ് എടുക്കുന്നവരുണ്ട്. ഇതിനുവേണ്ടി മാത്രം കഠിന പരിശീലനത്തിലുള്ള ആളുകളാണ്. കഠിനമായ പരിശീലനത്തിലൂടെ മാത്രം, അല്ലാതെ വെറുതെ പോയി പട്ടാളത്തിൽ കയറണം പറഞ്ഞിട്ട് നടക്കില്ല. നല്ല എക്സസൈസ്, നല്ല ഫുഡ്, അടിച്ചു പൊളിച്ച് എക്സസൈസ് ചെയ്യുക, പോയി ട്രെയിൻ ചെയ്യുക, പോവുക, അത്ര തന്നെ. കഴിയാറായോ? ഇന്നത്തെ പരിശീലനം കഴിയാറായോ? സാർ 9:30 വരെ ഉണ്ടാവും. 9:00 വരെ ഉണ്ടാവും. അതുവരെ കുട്ടികൾ തളരാതെ ഊർജ്ജത്തോടു കൂടി തന്നെ 2 മണിക്കൂർ ഞങ്ങൾ തുടർച്ചയായിട്ട് നിർത്തില്ല, ഭൂമിയിൽ നിർത്തില്ല. നിർത്തില്ല. അപ്പൊ ഞങ്ങൾ ഇടപെട്ടാണ് അവരെ ഒന്ന് ഭൂമിയിൽ നിർത്തിയത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഉല്ലാസ് ടീം ഗംഭീര ഇനിഷ്യേറ്റീവ്. ന്യൂസ് 18 കേരളത്തിന്റെ, പ്രഭാത കേരളത്തിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു സർ. യെസ്, പറയൂ. നാഷണൽ ഫോഴ്സ് അക്കാഡമി അല്ലേ? പേരെന്താ? എന്റെ പേര് കുമാർ. ഞാൻ 6-7 മാസമായിട്ട് പറഞ്ഞോളൂ. മാസമായിട്ട് ഞാൻ ഇത് ട്രെയിനിങ് സ്റ്റാർട്ട് ആയത്. നമ്മളിൽ കുട്ടികൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ട് ഒരു 10-15 കുട്ടികൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എയർഫോഴ്സിലും ആർമിയിലും കയറി കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഒരു 10-35 കുട്ടികളെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ നല്ല ഇമ്പ്രൂവ്മെന്റിലാണ് ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ നല്ല ഒരു 7:30 to 9:30 പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കഠിന അധ്വാനമാണ്. അതായത് കുട്ടികൾക്ക് ഫുൾ പവറോടെയുള്ള ഒരു അധ്വാനമാണ് ഇവർ ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടികൾ ഇവിടെ വരുന്നത്. ഒരുപാട് കഷ്ടപ്പാടും അതിലൂടെ ഉപരി ഇവർക്ക് എന്തെന്നെ ഹെൽപ്പ് കാണിച്ചാൽ നമ്മൾ ചെയ്യാനുള്ള തയ്യാറിലാണ്. ഇവർ അത്രയ്ക്കും കഷ്ടപ്പെട്ട പേര് വരുന്നത്. വളരെ അധ്വാനിക്കുന്ന കുട്ടികളാണ് എന്നുള്ളത് ഉറപ്പായി. എന്തായാലും ഇവർക്ക് ഈ ഏപ്രിൽ 14 എക്സാം സ്റ്റാർട്ട് ആവും. ഏപ്രിൽ 16 ഈ 16-ാം തീയതി സ്റ്റാർട്ട് ഫസ്റ്റ് എക്സാമാണ്. അത് കഴിഞ്ഞ പിന്നെ ഫിസിക്കലുള്ളത്. അതുകൊണ്ട് ഇവരെ എല്ലാവരും എത്തിപ്പോയി അവിടെ എത്തണം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ കഠിനാധ്വാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് 9:30 വരെ. എന്തായാലും എല്ലാവിധ ആശംസകളും. ഞായറാഴ്ച രാവിലെ ആയിട്ട് ഉന്മേഷം നൽകുന്ന കാഴ്ചയും വാർത്തയും വിശേഷങ്ങളുമാണ് പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് പ്രഭാത കേരളത്തിലൂടെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. പ്രഭാത കേരളത്തിൽ ഇപ്പോഴൊരു ഇടവേളയാണ്. ഒട്ടനവധി വാർത്തകൾ, ദേശീയ വാർത്തകൾ, ഇന്റർനാഷണൽ വാർത്തകൾ, സ്പോർട്സ് അടക്കമുള്ള ഒട്ടനവധി വാർത്തകൾ ഇനിയും വരാനുണ്ട്. തൽക്കാലം ഒരു ഇടവേള. പ്രഭാത കേരളം തുടരുകയാണ് പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന്. ഇനി നമുക്ക് രാജ്യാന്തര വാർത്തകളാണ്. ശ്രീ മനു ഭരത് ചേരുന്നുണ്ട്. മനു ഭരത്, എന്തെല്ലാം പ്രധാന സംഭവങ്ങളാണ് രാജ്യാന്തര തലത്തിലുള്ളത്? ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് പ്രദീപ്. ഇന്ന് നമുക്ക് ഒട്ടനവധി വാർത്തകൾ ഉണ്ട്. പ്രധാനമായും നമ്മുടെ ഈ യുക്രൈൻ അധിനിവേശത്തിൻ്റെ ഒരു വർഷം തികയുന്നൊരു സാഹചര്യം വരികയാണ്. അതോടൊപ്പം തന്നെ തുർക്കിയിലുള്ള ഭൂകമ്പം, അത് ഇപ്പോഴും അതിൻ്റെ മരണസംഖ്യ വർദ്ധിക്കുന്നു എന്നതാണ്. ഏതായാലും നമുക്ക് ഈ അന്താരാഷ്ട്ര വാർത്തകളിലേക്കൊന്ന് വിശദമായി നോക്കാം. തുർക്കിയിലും സിറിയയിലും ഈ മാസം 6-നുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യയുടെ തോത് വർദ്ധിക്കുകയാണ്. തുർക്കിയിൽ 39,672 പേരാണ് മരിച്ചത്. സിറിയയിൽ ഇത് 6,000-ഓട് അടുക്കുകയാണ്. അപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 45,000 കടന്നിരിക്കുന്നു. അതിനിടയിൽ ഒരു ദുഃഖവാർത്ത വരുന്നത് ഭൂകമ്പത്തിൽ കാണാതായ ഘാന ഫുട്ബോളർ ക്രിസ്ത്യൻ അറ്റ്സുവിൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെടുത്തു എന്നതാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ചെൽസിയിലും ന്യൂ കാസിൽ യുണൈറ്റഡിലും ഒക്കെ കളിച്ച ആളാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ തുർക്കി ക്ലബ്ബായ
ഖത്യാസ്പോറിന് വേണ്ടി അതിൻ്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിരുന്നു. അപ്പോൾ ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ടാനൂർ സുവാട്ടിനെയും ഇനിയും കണ്ടെത്താൻ ആയിട്ടില്ല എന്നതും ഖേദകരമാണ്. ഏതായാലും ഈ തുർക്കിയിൽ ഉണ്ടായ ഭൂകമ്പം 1939 വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. അന്ന് മരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ മരിച്ചിരിക്കുന്നു എന്നതാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദുരന്ത വാർത്തയായി മാറുകയാണ് ഈ ഭൂകമ്പം. മറ്റൊന്ന്, ഈ യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ സംബന്ധിച്ചാണ്. യുക്രൈനിൽ റഷ്യ മാനവികതയ്ക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് US ഔപചാരികമായി കണക്കാക്കുന്നതായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറയുന്നു. മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ സംസാരിച്ച ഹാരിസ് റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം കൊലപാതകങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങളും നാടുകടത്തലുകളും നടന്നതായി ആരോപിക്കുന്നു. സമ്മേളനത്തിൽ ലോക നേതാക്കൾ യുക്രൈനിന് ദീർഘകാല പിന്തുണ നൽകണം എന്നും ആവശ്യപ്പെട്ടു. കമല ഹാരിസും ഈ ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചു. സൈനിക പിന്തുണ ഇരട്ടിയാക്കാനുള്ള സമയമാണ് ഇതെന്ന് UK പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. പാശ്ചാത്യ സഖ്യകക്ഷികൾ യുക്രൈനിൻ്റെ ഭാവി സുരക്ഷയ്ക്കായി ആസൂത്രണം തുടങ്ങണമെന്നും അതുപോലെ തന്നെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ ഇപ്പോൾ തന്നെ അയക്കണമെന്നും ഋഷി സുനക് വ്യക്തമാക്കി. നമുക്കറിയാം, ഫെബ്രുവരി 24-നാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിൻ്റെ 1 വർഷം തികയുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ജർമ്മനിയിൽ ഇത്തരം ഒരു സമ്മേളനം നടന്നിട്ടുള്ളത്. അതേസമയം യുക്രൈനിലെ തോൽവിയിൽ റഷ്യ പൂർണ്ണമായി തകരുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നു. അദ്ദേഹം പറയുന്നത് കീവിനുള്ള സൈനിക ശക്തി വർദ്ധിപ്പിക്കണം എന്ന് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യുക്രൈനിൽ റഷ്യ പരാജയപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ യുക്രൈനിന് അതിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ റഷ്യയെ അവരുടെ മണ്ണിൽ കടന്നാക്രമിച്ച് പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നതിനോട് താൻ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നില്ല എന്നാണ് ഫ്രഞ്ച് തലവൻ്റെ ഈ പ്രഖ്യാപനം. മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് ഡമാസ്കസിൽ നിന്നാണ്. ഇന്ന് പുലർച്ചെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രയേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സെൻട്രൽ ഡമാസ്കസിലെ ഈ ജനവാസ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇറാന്റെ സഹായത്തോടുള്ള ആയുധ കൈമാറ്റത്തിനും സൈനിക വിന്യാസത്തിനുമെതിരെയുള്ള ഇസ്രയേൽ ആക്രമണം കുറച്ചു കാലമായി തുടരുകയാണ്. എന്നാൽ ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഉദ്യോഗസ്ഥർ സാധാരണ ഏറ്റെടുക്കാറും പതിവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. പ്രദീപ്. ശരി മനു, താങ്ക് യു വെരി മച്ച്. നമുക്കപ്പം ഇന്റർനാഷണൽ നിന്ന് നാട്ടിലേക്ക് ഒന്ന് വരാം. GSTയുമായി ബന്ധപ്പെട്ടുള്ള GST കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് പറയുന്നതാണ് കേന്ദ്രം പറയുന്നത്. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം ഇപ്പോഴും പല കാര്യങ്ങളിലും അതൃപ്തിയിലാണ്. അത് GST നഷ്ടപരിഹാര കാലാവധി നീട്ടില്ല എന്നുള്ള കേന്ദ്ര നിലപാടാണ് പ്രധാനപ്പെട്ട അസംതൃപ്തിക്ക് കാരണം. ഈ കുടിശ്ശിക തീർപ്പാക്കി ഇതൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാവില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയ സംസ്ഥാനങ്ങൾക്ക് അടിയന്തരമായി GST നഷ്ടപരിഹാരം നൽകുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതികരണം. ഡൽഹിയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. നഷ്ടപരിഹാരം കണക്കാക്കിയതിൽ പിഴവുണ്ടായെന്ന വിമർശനം സംസ്ഥാനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഇതുകൊണ്ട് മാത്രം കേരളത്തിന്റെ ആവശ്യം തീരുന്നില്ല. GST നഷ്ടപരിഹാര കാലാവധി നീട്ടുക, ജനസംഖ്യയ്ക്ക് ആനുപാതികമായെങ്കിലും നികുതി വരുമാനം പങ്കുവെക്കുക, ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതം 10ാം ധനകാര്യ കമ്മീഷന്റേതിന് സമാനമായി 3.84% ഉയർത്തുക, സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൽ കേരളത്തിന്റെ അനുപാതം വർദ്ധിപ്പിക്കുക, ഇങ്ങനെ നീളുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ. അതേസമയം GST നഷ്ടപരിഹാര കാലാവധി നീട്ടില്ലെന്ന നിലപാടിൽ കേന്ദ്രം ഉറച്ചു നിൽക്കുകയാണ്. GSTയുമായി ബന്ധപ്പെട്ട 750 കോടി രൂപയുടെ കുടിശ്ശിക ലഭ്യമായാലും വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ അത് മതിയാവില്ല എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മളിനി മുത്തങ്ങയിലേക്ക് പോവുകയാണ്. വയനാട് മുത്തങ്ങ വെടിവയ്പ്പിന് ഇന്നേക്ക് 2 പതിറ്റാണ്ട് തികയാണ്. ഭൂമിക്കായുള്ള ആദിവാസി വിഭാഗത്തിന്റെ സമര ജീവിതം അടയാളപ്പെടുത്തിയ ഇടമാണ്. പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു സമരം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ച്. ആ പോരാട്ടകാലത്തെ ഓർമ്മകൾ ഇന്നും വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ നിന്നും മറഞ്ഞിട്ടില്ല. ആദിവാസി ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം, പ്രക്ഷോഭം ഇന്നും തുടരുകയാണ്.
ഭൂമി എന്ന സ്വപ്നവുമായി മുത്തങ്ങയിലെ സമരഭൂമി കയറിയ ആദിവാസി ജനതയ്ക്ക് 2003 ഫെബ്രുവരി 19 ചരിത്രത്തിൽ നിന്നും മനസ്സിൽ നിന്നും മായ്ക്കാൻ കഴിയാത്ത ഏടാണ്. കേവലം ഭൂമി മാത്രമായിരുന്നില്ല അത്, അതിജീവനത്തിന്റെ സമരമായിരുന്നത്. ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ CK ജാനുവും M ഗീതാനന്ദനും സമരത്തിന്റെ മുൻനിരയിൽ നിന്നു. കേരളത്തിലെ സമരചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരിട. കണ്ണിൽ ചോരയില്ലാത്ത മർദ്ദനവും പൊരിവേലിനിടെ പാഞ്ഞെടുത്ത വെടിയുണ്ടകളും കുടലുകൾ ആകെ വിഴിഞ്ഞ തീയും ആദിവാസി ഊരുകളിൽ ഭീതി നിറഞ്ഞ ദുസ്വപ്നമായി മാറി. ജോഗി എന്ന ആദിവാസിയും വിനോദ് എന്ന പോലീസുകാരനും കൊല്ലപ്പെട്ടു. മുത്തങ്ങ സമരവേദിയിലെ പ്രധാന കവാടത്തിന്റെ കാവൽക്കാരനായിരുന്നു അന്ന് കോയാലിപ്പുറ കോളനിയിലെ രമേശൻ. മുത്തങ്ങ സമരത്തിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ്. ഇവിടെയാണ് മെയിനായിട്ട് ഗേറ്റ് ഉണ്ടായിരുന്നത്. എല്ലാവരും അവരെ അകത്തേക്ക് കടത്തിവിടാനും എല്ലാവരും സ്വീകരിക്കാനും നല്ല ചെക്ക് പോസ്റ്റ് ഞാൻ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായിട്ടായിരുന്നു. 20 കൊല്ലം കഴിഞ്ഞിട്ടും എൻ്റെ ഓർമ്മ ഇപ്പോഴും ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്നതാണ് എൻ്റെ ഓർമ്മകൾ. അന്ന് സന്തോഷമായിരുന്നു, ഭൂമി കെട്ടുള്ള ആശയോടെയാണ് അന്നത്തെ ഓർമ്മ. ഇന്ന് പരാജയപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഈ ചെക്ക് പോസ്റ്റിന് മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ആ ഒരു ഓർമ്മ എനിക്ക് ഒരിക്കലും പോയിട്ടില്ല. ഭൂസമരത്തിൽ യഥാർത്ഥത്തിൽ 4500-ലധികം പേർ പങ്കെടുത്തു. 862 കുടുംബങ്ങളിൽ 250 പേർക്ക് സർക്കാർ ഭൂമി വിതരണം ചെയ്തെങ്കിലും ഇതിൽ 50 പേർ മാത്രമാണ് ഭൂമി സ്വീകരിച്ചത്. വിതരണം ചെയ്ത സ്ഥലങ്ങളിൽ ഭൂരിപക്ഷ പ്രദേശങ്ങളും വാസയോഗ്യമല്ലാത്തതും മറ്റു ജില്ലകളിലായതുമാണ് ഇതിന് കാരണം. ഭൂരഹിതരായ മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും ഭൂമി ലഭിക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യമെന്ന് M ഗീതാനന്ദൻ പറയുന്നു. ഭൂമി കിട്ടി എന്ന് പറയുന്നവർ വളരെ അപൂർവമാണ്. ഒരു വിഭാഗം ആർളം ഫാമിൽ പോയി അവിടെ ഒരു ഏക്കർ കിട്ടി എന്നുള്ള പേര് മാത്രം ഉണ്ടാകുകയും അത് വാസയോഗ്യമോ കൃഷിയോഗ്യമോ അല്ലാത്തതുകൊണ്ട് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. 50ഓളം ആദിവാസികളെങ്കിലും മുത്തങ്ങക്കാരെ ഇതിനകത്തുണ്ടായിരുന്നു. അതേപോലെ തന്നെ നൽകിയ ഭൂമി കൃഷിയോഗ്യമോ വാസയോഗ്യമോ അല്ല. മരീനാട് എസ്റ്റേറ്റ് പോലുള്ള എസ്റ്റേറ്റുകൾ നേരത്തെ തന്നെ നിക്ഷിപ്തവന ഭൂമിയിൽ നിവർക്ക് കൊടുക്കണമെന്നുള്ള ഗവൺമെൻറ് ഉത്തരവുണ്ട് എങ്കിലും അതവിടെ തോട്ടം തൊഴിലാളികളെല്ലാം തന്നെ തടഞ്ഞതിൻ്റെ പേരിൽ അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. നിലവിൽ കേരള വനവികസന കോർപ്പറേഷന് കീഴിലുള്ള ഇരിളം മരീനാട്ടെ ഭൂമിയിൽ ഗോത്രമഹാസഭ 2ാം ഘട്ട ഭൂസമരം ആരംഭിച്ചു കഴിഞ്ഞു. ഭൂസമരം സിന്ദാബാദ്. കൃഷിഭൂമി മണ്ണിൽ പണിയെടുക്കുന്നവർക്ക്, കൃഷിഭൂമി മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് ഇൻക്ലാബ് സിന്ദാബാദ്. ന്യൂസ് 18 വയനാട്. ഇനി നമുക്ക് ദേശീയ വാർത്തകളാണ് ഉള്ളത്. ഈ ദേശീയ വാർത്തകളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ER രാഗേഷ്. എന്താണ് ദേശീയ അജണ്ട, ദേശീയ വാർത്തകൾ? ഗുഡ് മോർണിംഗ് പ്രദീപ് പ്രസാദ്. ദേശീയ തലത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് 11 മണിക്ക് CBI ഓഫീസിൽ ഹാജരാകാനാണ് മനീഷ് സിസോദിയയ്ക്ക് CBI നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് 2ാം തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. നേരത്തെ ഒക്ടോബർ മാസത്തിൽ CBI മനീഷ് സിസോദിയെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് മനീഷ് സിസോദിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. 3 മാസം മുമ്പാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. CBI ഇപ്പോൾ പറയുന്നത് ഈ കുറ്റപത്രത്തിൽ മനീഷ് സിസോദിയുടെ പേര് ഉണ്ടായിരുന്നില്ല. പക്ഷേ CBI ഇപ്പോൾ പറയുന്നത് ചില നിർണായക തെളിവുകൾ മനീഷ് സിസോദിക്കെതിരെ ലഭിച്ചിട്ടുണ്ട്, പുതിയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരിക്കുന്നതാണ് CBI വൃത്തങ്ങൾ നൽകുന്ന വിവരം. കാരണം അടുത്തിടെ ചില നിർണായക അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതായത് തെലങ്കാന മുഖ്യമന്ത്രി KCRന്റെ മകൾ K കവിതയുടെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ കേസിൽ CBI അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ സിസോദിയെ വിളിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യം, അത്തരമൊരു സംശയം പോലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. സിസോദിയ ഇന്നലെ പ്രതികരിച്ചത് തൻ്റെ വീട് പരിശോധിച്ചു, ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു, ലോക്കർ പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്താൻ
CBIക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് സിസോദിയ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. 10:30 നേതാക്കൾക്കൊപ്പം CBI ഓഫീസിലെത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ മനീഷ് സിസോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾ തമ്മിലുള്ള വടംവലി രൂക്ഷമാണ്. അതിനിടയിൽ 2 MLA-മാർ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കൊപ്പൾ MLA ബൈരതി സുരേഷ്, ഒപ്പം തന്നെ ഹെബ്ബാൾ MLA രാഘവേന്ദ്ര ഹിത്നാൽ എന്നീ 2 നേതാക്കളാണ് ഇന്നലെ ഒരു പൊതുപരിപാടിക്കിടെ സിദ്ധരാമയ്യ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആവശ്യമായി രംഗത്ത് വന്നത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പല പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ് കോൺഗ്രസിന് ഗുണം ചെയ്യുക എന്ന പ്രതികരണമാണ് ഈ MLA-മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ജി പരമേശ്വര സമാനമായൊരു പ്രതികരണം നടത്തിയത്. അതായത് കോൺഗ്രസിൽ 10-ലധികം പേർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും 2 MLA-മാർ ഇത്തരത്തിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വീണ്ടും പ്രദീപിലേക്കും പ്രസാദിലേക്കും. താങ്ക് യു രാകേഷ്. നമുക്കിനി ഒരു വ്യത്യസ്തമായ പെയിന്റിംഗ് പ്രദർശനത്തെ കുറിച്ച് കാണാം. കാരണം ഈ പ്രാചീന കാലത്തെ ഗണിത രൂപങ്ങളെ ക്യാൻവാസിലാക്കിയിട്ടുള്ള ഒരു പ്രദർശനമാണ്. തലസ്ഥാനത്താണ് നടക്കുന്നത്. മ്യൂസിയത്തെ പ്രദർശനശാലയിൽ ഇറ്റാലിയൻ ശൈലിയിലുള്ള അക്രിലിക് പെയിന്റിങ്ങുകളുടെ പ്രദർശനമാണ്. പെയിന്റിംഗ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് സിവിൽ എഞ്ചിനീയർ ആയ IB രാധിക റാണിയാണ്. നമുക്ക് കാണാം ആ പെയിന്റിങ്ങുകളും കാഴ്ചകളും. പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഗണിത രൂപങ്ങളെ വർണ്ണത്തിൽ ചാലിച്ചെഴുതിയിരിക്കുന്നതാണ് ഈ പ്രദർശനം. 1024 എന്ന സംഖ്യ ഓരോ സാംസ്കാരിക കാലത്തും എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നത് ഈ പെയിന്റിങ്ങുകളിൽ കാണാൻ സാധിക്കും. BC കാലഘട്ടത്തിലെ 9 സംസ്കാരങ്ങൾ ഉപയോഗിച്ച ഗണിത രൂപങ്ങളാണ് ചിത്രങ്ങളിൽ നിറയുന്നത്. പേർഷ്യൻ, ഇന്ത്യൻ, റോമൻ, ചൈനീസ്, ഈജിപ്ഷ്യൻ തുടങ്ങിയ സംസ്കാരങ്ങൾ ഉപയോഗിച്ച ഗണിത രൂപങ്ങൾ. സംഖ്യകളും ചതുരവും കോണും ത്രികോണവുമൊക്കെ ഇറ്റാലിയൻ ഇമ്പാസ്റ്റോ ശൈലിയിൽ പകർത്തിയെഴുതിയപ്പോൾ ക്യാൻവാസിൽ വിരിഞ്ഞത് അമൂർത്ത രൂപങ്ങളുടെ വർണ്ണക്കാഴ്ച. IB രാധിക റാണി എന്ന സിവിൽ എഞ്ചിനീയറാണ് ചിത്രങ്ങളുടെ പിന്നിൽ. ഓരോ സിവിലൈസേഷനിലും പല സ്ഥലത്ത് ജീവിച്ചിരുന്നവർ ഒരേ കോൺസെപ്റ്റ് എങ്ങനെ ഒരേ സമയത്ത് ഡെവലപ്പ് ചെയ്ത് അവരുടെ ആവശ്യം അനുസരിച്ച് അവരുടെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ നമ്പേഴ്സിൻ്റെ ഐഡിയ എങ്ങനെ സിമ്പിൾസായിട്ട് കൺവേർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കണക്കും റെക്കോർഡിങ് ചെയ്യാനായിട്ട് അവരെങ്ങനെ ഈ രീതിയിൽ എത്തിപ്പെട്ടെന്നുള്ള ഒരു കഥയാണ് ബേസിക് ആയിട്ടുള്ളത്. അപ്പം എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ എക്സിബിഷൻ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ തുനിയത്തില്ലായിരുന്നു. 27 ചിത്രങ്ങളാണ് തലസ്ഥാനത്തെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം.